നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലെ ആദ്യത്തെ സെന്റൻസും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. और जो भजन संहिता हमने गाया उसका पहला आयत भी इसी प्रकार लिखा है. രാജാവ് നിന്റെ ബലത്തിൽ ആനന്ദിക്കുന്നു. महाराजा तेरे बल में आनंदित रहता है. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു രാജാവിനെ കുറിച്ചാണ് കണ്ടത്. पिछले हफ्ते में हमने एक राजा के बारे में കഴിഞ്ഞ देखा. ആഴ്ച തന്റെ മണവാട്ടിയിൽ പ്രസാദിക്കുന്ന രാജാവിനെ കുറിച്ചാണ് നാം കണ്ടത്. पिछले हफ्ते अपने दुल्हन में प्रसन्न होने वाला राजा के बारे में सुना. അവൾക്കുള്ളത് സകലതും ത്യജിച്ചിട്ട് उसका सब कुछ छोड़ के തന്റെ രാജാവിനെ മാത്രം സ്നേഹിച്ച് अपना राजा को ही केवल प्रेम അവന് വേണ്ടി അവളുടെ പിതൃഭവനത്തെ മറന്ന് उसके लिए अपने पिता का घर को भूल के എല്ലാം മറന്ന് രാജാവിൽ സമർപ്പിതയാകുന്ന ഒരു ഹല്ലേലൂയ രാജകുമാരിയാണ് കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. सब कुछ भूल के राजा में समर्पण होने वाले एक राजकुमारी के बारे में हमने पिछले हफ्ते ആ സന്ദേശം ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയതാണ്. वो संदेश में वहां बोल के बंद പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പിന്നെ 21-ാം സങ്കീർത്തനം വായിക്കുവാൻ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ लेकिन आज फिर से पवित्र आत्मा ने 21वां वचन मुझसे पढ़ने के लिए कहा. ഈ സങ്കീർത്തനത്തിലും ഞാനൊരു രാജാവിനെ കാണുകയാണ്. इस भजन संहिता में मैं एक राजा को देख रहा ഈ हूं. സങ്കീർത്തനം വായിച്ചപ്പോൾ ഇതിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് രാജാവ് രാജാവ് രാജാവ്. ये भजन संहिता में बार-बार कहते राजा राजा. അപ്പോൾ ഇതും ഒരു രാജാവിന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ്. ये पूरे एक राजा के लिए लिखा हुआ भजन. 21-ാം സങ്കീർത്തനം പല പ്രാവശ്യം നമ്മൾ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ടുള്ള സങ്കീർത്തനമാണ്. 21वां भजन संहिता से हमने काफी बार काफी सारे प्रचार सुना हुआ है. ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. इसका बैकग्राउंड के बारे में हमें पता है. 20-ഉം 21-ഉം സങ്കീർത്തനങ്ങൾ കണക്റ്റഡ് ആണ്. 20 और 21 कनेक्टेड है. ഈ രണ്ട് സങ്കീർത്തനങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ये दोनों भजन संहिता का जो कनेक्शन है. 20-ാം സങ്കീർത്തനം 20वां भजन संहिता രാജാവ് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ राजा जब युद्ध के लिए जाता है ജനം രാജാവിനെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അയക്കുന്ന സങ്കീർത്തനമാണ്. जो प्रजा है राजा के लिए प्रार्थना करके आशीर्वाद करके भेजता है. वो രാജാവേ അങ്ങ് പോയി യുദ്ധം ജയിച്ചു വന്നാട്ട് राजा तू जाके युद्ध जीत गया. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ ശത്രുവിന്റെ മേൽ വലിയ ജയം നിനക്ക് കിട്ടട്ടെ. तेरे हृदय की इच्छा के समान शत्रु पे तुझे बहुत बड़ा जय मिले. ജയത്തിന് കുതിരയുടെ ഒന്നും ആവശ്യമില്ല. जय के लिए घोड़ों की जरूरत नहीं है. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ कुछ लोग जब रथ में और कुछ लोग घोड़ों पे जब सहारा रखता ഞങ്ങൾ है. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിലാണ് ആശ്രയിക്കുന്നത്. हम हमारे परमेश्वर के नाम पे भरोसा रखते Some हैं. trust in chariots and some in horses, but we trust in the name of the Lord our God. कुछ Hallelujah. लोग रथ में और कुछ लोग घोड़ों में उम्मीद रखते हैं, We लेकिन do हम हमारे all परमेश्वर पे विश्वास battles. रखते हैं. Hallelujah. We do all battles. हम सारे जो युद्ध है, എല്ലാ യുദ്ധങ്ങളും നമ്മൾ ചെയ്യുന്നത് सारे जो हमारे युद्ध है, ഒരു നാമത്തിലാണ്. आमेन आमेन, एक नाम से. നമ്മുടെ आमेन. യുദ്ധങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിലാണ്. हमारे सारे युद्ध जो है यीशु के नाम से है. സകല നാമത്തിനും മേലായ നാമം. सारे नाम से ऊंचा नाम, ഹല്ലേലൂയ. ഏറ്റവും ശക്തമായ നാമം. सबसे सामर्थ्यशाली नाम, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. हर एक घुटना टेकने वाला नाम. അതുകൊണ്ട് ആ നാമത്തിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. इसके लिए उस नाम से हम युद्ध करते ആ हैं. നാമത്തിൽ നമ്മൾ രോഗങ്ങളെ പുറത്താക്കുന്നു. उस नाम से हम बीमारी को ആ बाहर करते നാമത്തിൽ हैं. നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു. उस नाम से हम दुष्ट आत्मा को बाहर करते ആ हैं. നാമത്തിൽ നമ്മൾ जയിക്കുവാനിടയായി आमेन തീരുന്നു. आमेन, उस नाम से हम विजय पाते हैं. യേശു എന്ന നാമം. यीशु जो नाम. നിങ്ങളിൽ എത്ര പേർ യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുന്നവരാണ്? आमेन आमेन, आप में से कितना लोग यीशु का जो नाम को इस्तेमाल करते അതൊരു हैं? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല. वो एक नकारात्मक യേശുവിന്റെ स्टेटमेंट नहीं है. നാമത്തെ മിസ്യൂസ് ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത്. मैंने ये नहीं कहा कि यीशु को नाम को दुरुपयोग करना. യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. मैंने बोला यीशु के नाम को इस्तेमाल करना. എന്തുകൊണ്ട് ഉപയോഗിക്കണം? क्यों इस्तेमाल You करना have है? the permission to use Amen, the name amen, of Jesus. हमें इजाजत मिला है यीशु के नाम को उपयोग करने You का. are authorized to use the name of Jesus. हमें अधिकार है यीशु का नाम को So इस्तेमाल करने using का. the name of
ജീസസ്, യേശുവിന്റെ നാമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല. यीशु का नाम उपयोग करना एक नकारात्मक स्टेटमेंट नहीं है. It's a positive, it's a powerful statement. वो एक पॉजिटिव स्टेटमेंट है. You have the authority to use the name of Jesus. हमें अधिकार है यीशु का नाम इस्तेमाल करने का. യേശുവിന്റെ നാമം ഉപയോഗിക്കാനുള്ള പെർമിഷൻ, അധികാരം ദൈവ മക്കളായ നിങ്ങൾക്കുണ്ട്. कि यीशु का नाम इस्तेमाल करने का इजाजत जो अधिकार है वो परमेश्वर के बच्चे आपको है. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. आप परमेश्वर के बच्चे हो. മക്കളാണെങ്കിൽ അപ്പന്റെ പേര് ഉപയോഗിക്കാൻ എന്തിനാ മടിക്കുന്നത്? अगर बच्चे हैं तो पिता का नाम इस्तेमाल करने का क्यों? ആരെങ്കിലും അയൽവക്കത്തുകാരുടെ പേരല്ല ഉപയോഗിക്കുന്നത്. कोई बाजू वाले का नाम नहीं इस्तेमाल As a child of God, एक परमेश्वर का बच्चा होने you के should नाते be proud enough to use your dad's name. आपको पिता का नाम इस्तेमाल करने का अधिकार है. The king find his strength in the name of Lord. कि राजा परमेश्वर के नाम से बल पाते हैं. രാജാവ് എവിടെ ശക്തി പ്രാപിക്കുന്നത്? राजा कहाँ शक्ति पाता है? കുതിരകളിലല്ല, घोड़ों में नहीं, രഥങ്ങളിലല്ല, रथ में नहीं. ലോകം അതിലൊക്കെ ശക്തി പ്രാപിക്കുമ്പോൾ, जब दुनिया उस पे शक्ति ലോക पाता है, മനുഷ്യർ അവരുടെ ആരോഗ്യത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ, दुनिया वाले अपने ताकत पे शक्ति അവരുടെ पाते हैं, വിദ്യാഭ്യാസത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ, उनके पढ़ाई पे जब वो അവരുടെ शक्ति पाते ബലത്തിൽ हैं, ശക്തി उनके പ്രാപിക്കുമ്പോൾ, बल पे वो जब सामर्थ्य होता है, നാം ശക്തി പ്രാപിക്കുന്നത് हम जो सामर्थ्य पाते हैं കുതിരകളിലല്ല, രഥങ്ങളിലല്ല, घोड़ों में नहीं, रथों में नहीं, ഹല്ലേലൂയ, നിന്റെ നാമത്തിലാ. उसके नाम पे है. आमीन आमीन. എല്ലാവരും പറഞ്ഞാട്ടെ, हर एक जब എല്ലാ मुंह खोल के നാമത്തിലും बोले, മേലായ നാമം, सारे नाम से ऊंचा नाम, ശക്തിയുള്ള നാമം, सामर्थशाली नाम, വലിയ നാമം, सबसे बड़ा नाम, powerful name, जो ताकतवर the नाम, name above all names. सारे नामों से ऊंचा And नाम. that's my dad's name. वो मेरा परमेश्वर, मेरा वो पिता मेरा का नाम अप्पा है. का नाम है. अदन्य अप्पन पेर. आमीन. Hallelujah. Victory in the name of Jesus. നിങ്ങളൊന്നും ചെയ്യണ്ടെന്നേ, आपको कुछ नहीं करना है. നിങ്ങൾ പറഞ്ഞാൽ മതി, യേശുവിന്റെ അപ്പയാണെന്ന് പറഞ്ഞാൽ മതി. आप बोलना है यीशु मेरा पिता അത് है. आमीन. കേട്ടാൽ പിശാചി വിറയ്ക്കാൻ തോന്നും, वो जब തുടങ്ങും. सुनेगा तो शैतान कांपेगा. യേശുവിന്റെ അപ്പയാന്ന് പറഞ്ഞാൽ മതി. यीशु जब मेरा पिता कहता है, അത് കേട്ടാൽ പിശാചി വിറയ്ക്കാൻ തുടങ്ങും. वो सुन के शैतान कांपेगा. അത് കേട്ടാൽ രോഗം വിറയ്ക്കാൻ തുടങ്ങും. आमीन आमीन. वो सुन के रोग कांपेगा. അത് കേട്ടാൽ നിനക്കെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. वो जब तू सुन के तेरे विरुद्ध युद्ध करने वाले सारे शत्रुओं का Hallelujah. बल टूटेगा. It's not the anointing you are carrying. कि ये तेरा अभिषेक नहीं, It's not the gifts you are having. तुझे जो मिला Hallelujah. हुआ वरदान नहीं, But the name you are holding. जो Hallelujah. नाम तूने पकड़ा है. आमीन. നിങ്ങൾക്കുള്ള അഭിഷേകമല്ല, तुम्हारा अभिषेक ही नहीं, നിങ്ങൾക്കുള്ള കൃപാവരമല്ല, तुम्हें मिला हुआ वरदान നിങ്ങൾ नहीं. മുറുകെ പിടിച്ചിരിക്കുന്ന നാമത്തിന് ഒരു ശക്തിയുണ്ടെന്ന് आमीन. तुमने जो कस के पकड़ा हुआ नाम में एक सामर्थ है. ധൈര്യത്തോട് പറഞ്ഞാട്ടെ, धैर्य के साथ कहो, യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से, യേശുവിന്റെ നാമത്തിൽ यीशु के नाम നിങ്ങൾ से. ദൈവമകനാ, ദൈവമകളാ, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ आप അതോറിറ്റിയുണ്ട്. परमेश्वर का बेटा हो, परमेश्वर की बेटी हो, आप उसको इस्तेमाल कर सकते ചിലർ हो. കുതിരകളിൽ, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും. कुछ लोग घोड़ों में, कुछ लोग रथों में, അവർ വീണ് പോകും, वो गिर जाते അവർ हैं, കുനിഞ്ഞു പോകും. वो झुक जाते हैं. പക്ഷെ ഞങ്ങൾ നിവരെ നിൽക്കും. लेकिन हम सीधे खड़े रहते हैं. 20-ാം അധ്യായം ഇങ്ങനെ പ്രാർത്ഥിച്ചാ വിടുന്നത്. कि इस प्रकार प्रार्थना करके രാജാവേ, छोड़ता നീ है. ജയിച്ചു വാ. राजा तू जीत गया. നിന്റെ ജയം കുതിര കൊണ്ടല്ല, तेरा जो जय है घोड़ों നിന്റെ से नहीं. ജയം आमीन. രഥം കൊണ്ടല്ല, तेरा जय रथों से नहीं. നിന്റെ आमीन. ജയം നിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ്. तेरा जय परमेश्वर के नाम पे है. ഹല്ലേലൂയ. ഇത് നന്നായിട്ട് അറിയാവുന്നവനാ ദാവീദ്. ये अच्छी तरह से जानने वाला व्यक्ति है दावीद. ഹല്ലേലൂയ. ദാവീദ് എഴുതിയ സങ്കീർത്തനമാ. दावीद ने लिखा वचन ദാവീദ് संहिता है. തന്റെ ജനത്തോട് പറയുക, दावीद अपने प्रजा से ഞാൻ कहता है, യുദ്ധത്തിന് പോകുമ്പോൾ ഇത് പാടി വേണം എന്നെ വിടാൻ. जब मैं ഹല്ലേലൂയ. युद्ध के लिए जाते तो एक गीत गा के मुझे छोड़ना. ദാവീദ് തന്നെ എഴുതി കൊടുത്തു ജനത്തിന് പാടാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി. दावीद ने लिख के दिया लोगों को पढ़ने के लिए, प्रार्थना ദാവീദ് करने के ഒത്തിരി लिए. യുദ്ധം ചെയ്തിട്ടുള്ളവനാ. दावीद बहुत युद्ध किया है. 18-ാം സങ്കീർത്തനം വെള്ളിയാഴ്ച നമ്മൾ കേട്ടു. कि 18वां जो भजन संहिता हम शुक्रवार को सुना. എല്ലാ യുദ്ധങ്ങളും ജയിച്ച ശേഷം എഴുതിയ സങ്കീർത്തനമാ. सारे युद्ध जीतने के बाद लिखा हुआ भजन संहिता है. ഹല്ലേലൂയ. അവനെ ഒത്തിരി യുദ്ധം ചെയ്ത് ജയിച്ചവനാ. वो बहुत युद्ध करके जीता ഞാൻ है. വെള്ളിയാഴ്ച കൊണ്ട് യുദ്ധങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. कि फ्राइडे में कहा कि सारे युद्धों का एक अंत है. ഈ യുദ്ധം എല്ലാ കാലത്തും ഇല്ല. ये युद्ध हर काल में ഞാൻ नहीं है. വെള്ളിയാഴ്ച കൊണ്ട് ദൈവസഭയിൽ എല്ലാ
എല്ലാ വ്യക്തികളും ആ സന്ദേശം കേൾക്കണം. വെള്ളിയാഴ്ചത്തെ ആ മെസ്സേജ് जो मैं फ्राइडे को दिया वचन है उस कलीसिया के हर एक व्यक्ति को सुनना है. ജീവിതത്തിലൊക്കെ ഒരു യുദ്ധം ഉണ്ടെങ്കിൽ അതിന് ഒരു ആമേൻ, പരിധിയുണ്ട്, ആമേൻ, ഒരു ആമേൻ. തീയതി വെച്ചിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ് യുദ്ധങ്ങൾ തീർന്നിട്ട് സമാധാനത്തോടെ 18-ാം സങ്കീർത്തനം ദാവീദ് പാടിയതുപോലെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന ഒരു ദിവസം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. आपके जीवन के सारे युद्ध के लिए एक समय है, एक समाप्ति है. उसके बाद भजन में 18 में जिस प्रकार वो गीत गा के नाचते हैं वैसे आपका दिन में भी है. आमेन. आमीन. युद्ध खत्म होके आपको भी गाना गा के बैठने वाला एक आराम का दिनों जरूर प्रभु आपका आमेन. जीवन में रखा है. യുദ്ധം തീർന്നത് പാട്ട് പാടി സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പാട്ട് എപ്പോഴാ പ്രിയമുള്ളവരെ പാടുന്നത്? गीत कभी गाते हैं ജീവിതത്തിൽ സന്തോഷം വിശ്രമം വരുമ്പോഴല്ലേ? कि जब जीवन में आनंद और विश्राम आता है. അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന്. आमेन आमेन आमेन. वैसा एक दिन है. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പറഞ്ഞതാണ്, तो मैंने फ्राइडे को कहा യുദ്ധം നല്ലതാ. युद्ध अच्छा है. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास യുദ്ധം करते നമുക്ക് हैं? പേടിയാണോ? क्या युद्ध से डरते हैं? പക്ഷെ വചനപ്രകാരം യുദ്ധം നല്ലതാ. लेकिन वचन के हिसाब से युद्ध अच्छा है. എന്തുകൊണ്ടാ യുദ്ധം നല്ലത്? क्यों युद्ध अच्छा ആ है? യുദ്ധമാണ് वो युद्ध है നിന്റെ സമാധാനത്തെ കെടുത്തുന്ന ശത്രുവിനെ जो तेरी शांति को बर्बाद करने वाले നിന്റെ शत्रु का കാൽ കീഴിൽ കൊണ്ടുവന്ന് आमीन आमीन तेरे घुटनों पे तेरे पैरों के അതിനെ नीचे लाके മെതിച്ചിട്ട് उसको कुचल അതിനെ के ഇല്ലായ്മ ചെയ്തിട്ട് उसको नाश करके ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്. तेरे जीवन में शांति को लाता है. ശത്രു ഉന്മൂലനാശം ചെയ്യപ്പെട്ടില്ലെങ്കിൽ, अगर शत्रु पूरी तरह से नाश नहीं हुआ അവന് तो ഒരു സ്വല്പമെങ്കിലും ശക്തി ബാക്കിയുണ്ടെങ്കിൽ उसको अगर जरा सा भी शक्ति बाकी അവൻ रहेगा എന്നും നിനക്കൊരു മുള്ളായിരിക്കും, वो हमेशा तेरे लिए कांटा बन के ഒരു रहेगा, തലവേദനയായിരിക്കും. एक सिर दर्द रहेगा. എത്ര പേർക്ക് मैं മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा है? വിജയങ്ങൾ നമുക്കുണ്ട് പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ വിജയങ്ങൾ. छोटे छोटे जय है हमारे लिए, പക്ഷെ പിന്നെയും ശത്രു അവിടെ ബാക്കി നിൽക്കുക. फिर भी शत्रु वहां बाकी അവനെ है. പൂർണ്ണമായിട്ട് അടിച്ചൊതുക്കിയില്ലെങ്കിൽ जब तक उसको पूरे तरह से നാളെയും അവൻ नाश നിങ്ങളെ नहीं കുത്തി करते മുറിവേൽപ്പിക്കും. वो कल भी तुम्हें घाव देगा. അതുകൊണ്ട് എന്ത് വേണം? इसके लिए क्या करना है? യുദ്ധം ചെയ്ത് പൂർണ്ണമായിട്ട് അവനെ തകർക്കണം. युद्ध करके पूरी तरह से उसको नाश करना है. आमीन. അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ उस प्रकार से उसे नाश ദാവീദ് करेगा പാടിയതുപോലെ നിങ്ങളും ഒരു 18-ാം സങ്കീർത്തനം പാടുമെന്ന്. कि दावीद ने गाया जैसा तुम भी एक 18वां वचन അത് गाओगे. നിങ്ങളുടെ ജയത്തിന്റെ സങ്കീർത്തനമാണ്. वो तुम्हारा जय का गीत रहेगा. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ अंगूठा के परमेश्वर को धन्यवाद दे. അതുകൊണ്ട് യുദ്ധം സമാധാനം കൊണ്ടുവരും. इसके युद्ध जो है शांति को लाता है. അതുകൊണ്ട് യുദ്ധത്തെ ഭയപ്പെടരുത്. इसके युद्ध से डरो मत. ഏത് യുദ്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? मैं कौन सी युद्ध के बारे में कहता है? ആത്മിക യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. आत्मिक युद्ध के बारे में कहता है. വെള്ളിയാഴ്ചത്തെ സന്ദേശം കേൾക്കാത്തവർ ദയവായി കേൾക്കുക. जो फ्राइडे का वचन नहीं सुना वो कृपया सुनिए. ദാവീദ് എഴുതി കൊടുക്കിയ ജനത്തിന്, दावीद लिख के दे रहे लोगों എന്നെ को, യുദ്ധത്തിന് വിടുമ്പോൾ ഇത് പാടി വിടണം, जब मुझे युद्ध के लिए भेजता है तो ये गीत എന്നെ गाना ഇതൊന്ന് है, ഓർപ്പിക്കണം. मुझे यह याद दिलाना. എന്താ ഓർപ്പിക്കേണ്ടത്? क्या याद दिलाना ദാവീദ് है? ഒത്തിരി ജയിച്ചിട്ടുള്ളവനാ നീ. दावीद तू बहुत युद्ध जीता है, പക്ഷെ നീ ഇന്ന് വരെ ജയിച്ചത് लेकिन तू आज तक जो जीता നിന്റെ है ബലം കൊണ്ടല്ല. तेरे बल से नहीं. आमीन. ചിലർ രഥങ്ങളിലും, कुछ लोग रथों ഓ में, ചിലർ കുതിരകളിലും कुछ लोग घोड़ों में ആശ്രയിക്കുന്നു. उम्मीद रखता പക്ഷെ है, ഞങ്ങൾ ആശ്രയിക്കുന്നത് लेकिन हम जो उम्मीद रखा है in the name of the Lord our God. कि हमारे Hallelujah. परमेश्वर के नाम पे है. ഞങ്ങൾ ആശ്രയിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. हम जो आसरा रखा है वो यीशु के नाम पे है. ഇത് ദാവീദിന് നന്നായിട്ട് അറിയാം. ये दावीद अच्छी तरह से जानता അവന്റെ है. ആദ്യത്തെ യുദ്ധം തന്നെ उसका पहला जो युद्ध അവൻ है എങ്ങനെ ചെയ്തെന്ന് അറിയാമോ? उसने कैसे किया? ദാവീദിന്റെ ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? या दावीद का पहला അത് युद्ध कौन सा था? ഗോലിയാത്തിനെതിരെയുള്ള वो യുദ്ധമായിരുന്നു. गोलियत के विरुद्ध था. ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. गोलियत जब चुनौती दे रहा था, 40 ദിവസമായി വെല്ലുവിളിക്കുകയാണ്. 40 दिन से वो ललकार रहा 40 है. ദിവസം വെല്ലുവിളിച്ചിട്ടും 40 दिन ललकारने के ഹല്ലേലൂയ, बाद ഒരാൾക്ക് പോലും അവനെ നേരിടുവാൻ കഴിയുന്നില്ല. कोई व्यक्ति उसका सामना नहीं कर पाया. അതിന്റെ നടുവിൽ നിന്ന് उसके बीच में से ദാവീദ് എഴുന്നേറ്റ് വരികയാണ്. दावीद उठ के आ रहा है. ദാവീദ് പറഞ്ഞത് എന്തെന്നറിയാമോ? दावीद क्या कहता है? ഹല്ലേലൂയ, ഞാൻ വരികയാണ്, मैं आ रहा हूँ. നീ നിന്ദിക്കുന്ന तू जिसे निंदा करता है യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. वो यहोवा के नाम से आ रहा है. ദാവീദിന്റെ ഒന്നാമത്തെ യുദ്ധം അവൻ തുടങ്ങിയത് दावीद का जो पहला युद्ध उसने ഒരു शुरू किया, നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടാ. एक नाम को पकड़ के, ഒരു നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടാ. एक नाम को पकड़ के. ശൗല് ആയുധങ്ങൾ അവന് കൊടുത്തു. शाऊल ने उसको हथियार दिया. ശൗലിന്റെ വാൾ അവൻ പിടിച്ചു നോക്കി. शाऊल का उसने हथियार को पकड़ा. ഞാനൊരു ദൂത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. मैं आपको एक वाणी बता के ശൗലിന്റെ പരിചയമൊക്കെ അവൻ എടുത്തു നോക്കി. कि शाऊल का जो अस्त्र को पहना, ഹല്ലേലൂയ, ശൗലിന്റെ ആർമേഴ്സ് എല്ലാം അവൻ ഒന്ന് ഇട്ടു നോക്കി. शाऊल का तलवार को सबको उसने पकड़ അവനത് के ഇട്ടുകൊണ്ട് देखा. നടക്കാൻ വയ്യ. वो डाल के वो चल नहीं അവൻ पाया. പറഞ്ഞു, ഇതൊന്നും എനിക്ക് പരിചയമില്ല. बोलते ये सब
का मुझे आदत नहीं എനിക്ക് है, പരിചയമില്ലാത്ത സാധനമൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാ. बल्कि जो मेरा आदत करनी मैं हटा रहा എനിക്ക് हूँ. പരിചയമുള്ള ഒരു സാധനമുണ്ട്. मेरा जो Oh, आदत क्या that's the चीज है, name of my Lord. वो है परमेश्वर के नाम. Can somebody shout hallelujah? क्या आप जोर से चिल्ला सकते എനിക്ക് हैं? അറിയാവുന്ന ഒരു ആയുധമുണ്ട്. मुझे पता है एक हथियार അത് है, രഥങ്ങളല്ല, കുതിരകളല്ല, वो दूसरा कुछ भी नहीं है, घोड़ा അത് नहीं है, വാളും പരിചയമല്ല. वो हथियार तलवार नहीं. Hallelujah. हालेलुया. പരിചയമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് जो तुम्हारा पहचान करे वो सबको हटा के रखे. നീ പഠിച്ചു പറഞ്ഞു പരിചയിച്ച ആ യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാലം ഒന്ന് ഉപയോഗിക്കേ. जो तूने सीखा हुआ जो यीशु का नाम है उसको आज जरा ഞാൻ इस्तेमाल ഇന്ന് कर. വരുന്നത് യേശുവിന്റെ നാമത്തിലാ. आज में जो आ रहा है यीशु के नाम ഹേ से. ശത്രുവേ, ये शत्रु, നീ നിന്ദിക്കുന്ന, तू जिसका निंदा നീ करता है, പരിഹസിക്കുന്ന तू जिसका യേശുവിന്റെ നാമത്തിലാ ഞാൻ വരുന്നത്. यीशु के नाम से मैं आता हूँ. ആമേൻ, 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 ആമേൻ. വിശ്വാസത്തോടു കൂടെ പറഞ്ഞാട്ടെ. विश्वास के साथ कहे. ഹല്ലേലൂയ. ഈ ശൗലിന്റെ ആർമേഴ്സ്, ശൗലിന്റെ പടച്ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് ദാവീദ് യുദ്ധത്തിന് പോയാൽ जब शाऊल का अगर हथियारों को सबको लेके अगर दावीद युद्ध में जाएगा, ശൗല് പിന്നെ നോട്ടീസ് അടിക്കും. फिर शाऊल क्या नोटिस ശൗല് मारेगा? പറയും അവൻ ജയിച്ചത് എന്റെ ആർമേഴ്സ് ഇട്ടോണ്ടാന്ന് പറയും. फिर शाऊल बोलेगा ये जीता जो मेरे हथियारों से है. കിട്ടേണ്ട ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ശൗല് കൊണ്ടുപോകും. कि परमेश्वर को जो मिलने वाला महिमा शाऊल ദൈവ लेके പൈതലെ, जाएगा. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം വേറെ ആരും കൊണ്ടുപോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. परमेश्वर के बच्चों, आपके जीवन में जो परमेश्वर को मिलने वाले महिमा है और कोई लेके जाए, परमेश्वर नहीं चाहता. ആമേൻ, आमेन. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. मैं आपसे एक वाणी कहता हूँ ഈ ശൗലിന്റെ ആയുധങ്ങളൊന്നും ദാവീദിന് പൊക്കാൻ വയ്യ കേട്ടോ. कि शाऊल का जो है हथियार है वो दावीद उठा പക്ഷെ नहीं पा रहा है. ശൗലിനെക്കാട്ടിലും ഒരു 3 അടി ഉയരം കൂടുതലുള്ള വ്യക്തിയെ ഗോലിയാത്ത്. और शाऊल से भी काफी बोलते हैं 3 गुना ज्यादा लंबाई है गोलियत को. ഒരു 9 അടി ഹൈറ്റ് ഉണ്ടെന്ന് അല്ലേ? ഹല്ലേലൂയ. एक 9 फुट हाइट है. Can you imagine it? आप जब सोच सकते हो ഗോലിയാത്തിന് 9 അടി ഹൈറ്റ് ഉണ്ട്. 6 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 9 അടിയാണ്. ഹല്ലേലൂയ. कि लगभग 9 फीट का था. 6 മുഴം. ഒരു മനുഷ്യന്റെ കൈയാണ് മുഴം എന്ന് പറയുന്നത് കേട്ടോ. 1 മുഴം, 2 മുഴം, അങ്ങനെ 6 മുഴം. 1.5 അടിയാണ് നല്ലൊരു ആരോഗ്യമുള്ള മനുഷ്യന്റെ കൈ എന്ന് പറഞ്ഞാൽ. 6 മുഴം എന്ന് പറഞ്ഞാൽ 9 അടിയാണെന്നാ പറയുന്നത്. कि 9 फीट के आसपास था. ശൗൽ എങ്ങനെ പോയാലും ഒരു 6.5 അടി കൂടുതലൊന്നും ശൗലിന് ഉയരമില്ല. शाऊल 6.5 फुट से ज्यादा नहीं അല്ലെങ്കിൽ ഒരു था. 7 അടി കൂട്ടിക്കൂ. 7 फुट सोचो. ആ ശൗലിന്റെ കയ്യിലിരിക്കുന്ന വാൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള വാളാ. और शाऊल के हाथ में जो तलवार है वो बहुत वजनदार है. ഈ 5 അടി 5.5 അടി ഉയരമുള്ള ദാവീദിന് പൊക്കാൻ പറ്റത്തില്ല. वो 5.5 फुट वाला दावीद नहीं उठा सकते. പക്ഷേ लेकिन ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയിട്ട് गोलियत को मार गिरा के അവനെ കണ്ടിക്കാൻ വേണ്ടി ദാവീദ് വലിച്ചൂരിയത് ഗോലിയാത്തിന്റെ വാളാ. और ഹല്ലേലൂയ. उसको काटने के लिए जो दावीद ने जो അതിന് पूंछ के വെയിറ്റ് निकाला കുറവാണോ गोलियत का പ്രിയമുള്ളവരെ? तलवार था. അതിന് വെയിറ്റ് കുറവാണോ? क्या उसका ताकत कम है? എത്ര പേർക്ക് उसका वजन कम है? ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. मैं आपसे एक दूध कहता हूं. ശൗലിന്റെ വാൾ എടുത്താൽ പൊങ്ങാത്ത ദാവീദ് जो शाऊल का तलवार नहीं उठा पाता वो दावीद, അവന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ जब उसने परमेश्वर के नाम से ശത്രു रुका, അവനെതിരെ എടുത്ത ആയുധത്തെ തിരിച്ച് ശത്രുവിന്റെ മേൽ എടുക്കത്തക്കവണ്ണം ആരോഗ്യമുള്ളവനായി, അഭിഷേകമുള്ളവനായി, ബലമുള്ളവനായി തീർന്നു. जब उसने परमेश्वर के नाम से रुका तो शाऊल का तलवार को उठा नहीं पा रहा था, लेकिन जब परमेश्वर के नाम से रुका तो उसने शत्रु का जो गोलियत का तलवार उठा के तुम्हारा शत्रु का तलवार उठाने का बल दिया. കേൾക്കുന്നുണ്ട്? क्या आप ध्यान दे रहे हैं? ശൗലിന്റെ വാളിനെക്കാട്ടിലും ചെറുതാണോ ഗോലിയാത്തിന്റെ വാള്? क्या शाऊल का तलवार से छोटा है गोलियत അല്ലാതെ का അതിൽ तलवार? വെയിറ്റ് കാട്ടില്ല 9 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ എടുക്കുന്ന വാളാണ്. वो ഹല്ലേലൂയ. 9 फुट ऊंचा वाला एक നല്ല आदमी उठाने वाला तलवार है. വലുപ്പവും നീളവും ഒക്കെയുള്ള നല്ല ബലമുള്ള വാള്. उसका लंबाई और वजन बहुत है. ദാവീദ് നിനക്ക് എവിടെ നീ ബലം കിട്ടി? दावीद कहां से तुझे बल मिला? ദാവീദ് പറയുക, दावीद कहता है ഞാൻ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഒരു നാമമുണ്ട്. अब मैंने पकड़ा एक नाम ആ है, നാമം എനിക്ക് തരുന്നൊരു ബലമുണ്ട്. वो नाम मुझे देने वाला एक बल है. രാജാവ് യഹോവയിൽ ആനന്ദിക്കുന്നു. അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ബലമാണ് രാജാവിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്. कि राजा परमेश्वर के नाम पे बल रखता है, उसका जो सामर्थ्य भी राजा प्राप्त कर യുദ്ധം रहा है. ചെയ്യുന്ന ദൈവമക്കളെ, युद्ध करने वाले ഞാനും परमेश्वर के നീ बच्चों, ബലം പ്രാപിക്കുന്നത് मैं और तुम जो बल पाता നമ്മുടെ है, ഒരു ഹ്യൂമൻ റിസോഴ്സിൽ നിന്നുമല്ല. हम कोई भी इंसान के सोर्स से നമ്മുടെ नहीं, അനുഗ്രഹങ്ങൾ, हमारी जो आशीष है, നമ്മുടെ ജയങ്ങൾ हमारा जो जय ഒരു है, മാനുഷികമാകുന്ന ഒരു ബലത്തിലുമല്ല. कोई इंसानी बल पे അത് नहीं है, നമ്മുടെ കഴിവുകളിലല്ല. वो हमारे सामर्थ्य में नहीं है.
Somebody say, I trust on my Lord. क्या मुंह खोल के कह सकते हैं मैं मेरे Hallelujah. परमेश्वर पे विश्वास करता ദൈവത്തിൽ हूँ, ആശ്രയിക്കുന്നു. मैं विश्वास करता हूँ परमेश्वर ദൈവത്തിൽ पे, ആശ്രയിക്കുന്നു. मैं परमेश्वर पे उम्मीद रखता हूँ, ദൈവത്തിൽ ആശ്രയിക്കുക. मैं परमेश्वर पे आसरा रखता हूँ, ദൈവത്തിൽ ആശ്രയിക്കുക. मैं परमेश्वर पे आसरा रखता हूँ। ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. परमेश्वर के बच्चे परमेश्वर पे आसरा रखना सीखना है, അത് നാം പഠിക്കണം वो പ്രിയമുള്ളവരെ. हमें सीखना है, അതൊരു ട്രെയിനിങ് പോലെയാണ്. वो एक ट्रेनिंग के जैसा है। ഹല്ലേലൂയ. നമുക്കൊരു കാര്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ हमें एक चीज हमेशा मिलते रहेगा നമ്മൾ तो ആശ്രയിക്കാൻ പഠിക്കത്തില്ല. हम क्या कि आसरा रखने नहीं सीखेगा। ഒരു കാര്യം നമുക്ക് അതിന് അധ്വാനം ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ എളുപ്പം വന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. हमें कोई मेहनत नहीं करना, एक चीज आते रहते उसके लिए हमें क्या कि कोई उम्मीद नहीं रखना है। അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? इसलिए परमेश्वर क्या करता है, ചിലപ്പോഴൊക്കെ നമുക്ക് ചിലത് തരത്തില്ല. कभी कभी परमेश्वर हमें कुछ नहीं നമ്മൾ देता ഇരിക്കും, है, എന്നും എന്റെ ജീവിതത്തിൽ കഷ്ടത മാത്രമാണ് കർത്താവേ. और हम सोचते हैं हमेशा मेरे जीवन में कष्ट ही അങ്ങനെ रहेगा। അല്ലെന്നേ. ऐसा नहीं ദൈവം है, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. परमेश्वर आपको सिखा ദൈവം रहा നിങ്ങളെ है। എന്താ പഠിപ്പിക്കുന്നത്? परमेश्वर को क्या सिखा रहा है ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. कि परमेश्वर पे विश्वास करके एक जीवन जीने के लिए सिखा रहा है। പരീക്ഷ എഴുതാൻ തടസ്സം कि परीक्षा लिखने में रुकावट, എന്തുകൊണ്ടാ തടസ്സം? क्यों रुकावट നിങ്ങൾ है? പ്രാർത്ഥിക്കണം. तुम प्रार्थना എന്നിട്ട് करना है, ദൈവത്തിൽ ആശ്രയിച്ച് ആ തടസ്സം മാറ്റി മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി ദൈവം തരുന്ന ഒരു ട്രെയിനിങ്. और परमेश्वर पे आसरा रखे वो आगे बढ़ने के लिए आपको सीखने के लिए ट्रेनिंग है। ആ രോഗം, वो बीमारी, അത് ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാ. वो परमेश्वर पे भरोसा रखना तुम्हें നിങ്ങളുടെ सिखाता है। ജോലി സ്ഥലത്തെ ആ പ്രശ്നങ്ങൾ, അത് ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാ. आपके ऑफिस का जो प्रॉब्लम है परमेश्वर पे आसरा रखने के लिए അല്ല सिखाता है। ദൈവത്തിന് തരാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ऐसे नहीं कि परमेश्वर देना नहीं चाहता ദൈവം है, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. परमेश्वर तुम्हें सिखा How रहा to है trust in God. कैसे Hallelujah. परमेश्वर पे विश्वास ഇവിടെ करना है। രാജാവ് ദൈവത്തിൽ ആശ്രയിക്കുകയാ. इसलिए राजा परमेश्वर पे आशा रखता അങ്ങനെ है। പ്രാർത്ഥിച്ചു വിട്ട രാജാവ് ऐसे प्रार्थना करके छोड़ा हुआ राजा യുദ്ധം ജയിച്ചു മടങ്ങി വരുമ്പോൾ जब युद्ध जीत के लौट आता അവനെ है, സ്വീകരിക്കാൻ എഴുതുന്ന സങ്കീർത്തനമാണ് 21 സങ്കീർത്തനം. उसको स्वीकार करने के लिए लिखने वाला भजन संहिता യുദ്ധം 21वां। ജയിച്ചത് അങ്ങനെയാണ്, युद्ध कैसे जीता है ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട്. कि परमेश्वर में भरोसा रखा। അതുകൊണ്ട് 21 സങ്കീർത്തനത്തിൽ രാജാവ് പറയുകയാണ്, इसलिए 21वां भजन संहिता में राजा कहता है, Hallelujah. The king rejoices in your strength. राजा परमेश्वर में आनंदित होता है। ദൈവത്തിന്റെ ബലത്തിൽ രാജാവ് ആനന്ദിക്കും. यहोवा के सामर्थ पे राजा आनंदित होता ജയിച്ചു है। കഴിഞ്ഞു കേട്ടോ. जीत गया, ജയിക്കാനുള്ള ബലം ദൈവം തന്നു. जीतने के लिए बल दिया। പക്ഷെ ഈ ബലം എവിടുന്നാ വന്നത്? ये बल कहाँ से आया? ഈ ബലം എവിടുന്നാ വന്നത്? ये बल कहाँ से എന്റെ आया? രഥം കൊണ്ടല്ല, मेरे रथ में से എന്റെ नहीं, വാള് കൊണ്ടല്ല, मेरे तलवार से എന്റെ नहीं, മിടുക്ക് കൊണ്ടല്ല. मेरे सामर्थ्य ഓ से नहीं, ഈ ബലം വന്നത് ये बल आया। ഞാൻ മുറുകെ പിടിച്ചൊരു നാമമുണ്ട്. मैंने कस के पकड़ा एक ഏത് नाम है। നാമത്തിലാണ് ഞാൻ ആ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നത്? इस नाम से मैं उस तराई में उतर के गया। പറക്കിയെടുത്ത കല്ലുകളുടെ വലുപ്പമല്ല, वो जो पकड़ के जो चुन के उठाया पत्थर का ഉന്നം बड़ापन नहीं, പിടിച്ചെറിഞ്ഞ കവണയുടെ മിടുക്കല്ല. ഹല്ലേലൂയ. जो गॉफर का ताकत नहीं है. गॉफर का ഹല്ലേലൂയ. ताकत अल्लाह। പിന്നെ എന്താണ് എനിക്ക് ജയം തന്നത്? फिर क्या मुझे जय दिया? ഞാൻ മുറുകെ പിടിക്കുന്ന ഒരു നാമമുണ്ട്. मैंने कस के पकड़े एक नाम है। എന്റെ പൈതൽ പ്രായം മുതൽ ഞാൻ മുറുകെ പിടിക്കുന്ന ഒരു നാമമുണ്ട്. मेरे बचपन से मैंने पकड़ा हुआ एक नाम है। നിങ്ങൾ യേശുവിന്റെ നാമത്തെ ഒന്ന് മുറുകെ പിടിച്ചാട്ട്. आप यीशु के नाम को कस के Keep पकड़ो। holding on the name of Jesus. अगर आप यीशु के नाम को And पकड़ेगा, it's your dad's name. वो आपका पिता का नाम है। आपको बिल्कुल शर्मिंदा होना नहीं है यीशु का नाम उपयोग करने के लिए. नमक इच्छित बोल लज्जित रावण यीशु ने नाम उपयोग किया। आपको बिल्कुल हालेलुया इसे संकोच होने का जरूरत नहीं है. നിങ്ങൾക്ക് മടി പിടിക്കേണ്ട ആവശ്യമില്ല, ഡൗട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അപ്പന്റെ പേരാണ്. आपका पिता का नाम है। എത്ര പേരെ കേൾക്കുന്നുണ്ട്? कितने लोग मुझे सुन रहे हैं? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. हर एक जरा ഈ प्रार्थना करें। സന്ദേശം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുക. ये जो वचन आपके हृदयों में ഈ उतरने के लिए, ഉറപ്പൊന്ന് പ്രാപിപ്പാൻ ये जो पक्का होने के लिए ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. एक बार प्रार्थना യേശു करें। ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ यीशु मसीह का ഈ अधिकार വചനം नाम से എത്തേണ്ട മേഖലകളിൽ തടയുന്ന ദുഷ്ടപിശാചിനെ ഞങ്ങൾ ശാസിക്കുക. ये जो वचन जिस मंडल पर पहुंचते उस मंडल पर ना पहुंचने के जो भी रुकावट है उस शत्रु को हम यीशु के नाम से ഹൃദയങ്ങളെ डांटते हैं। അടച്ചു കളയുന്ന, हृदय को जो बंद करने वाला, ചിന്തകളെ മാറ്റിമറിച്ചു കളയുന്ന जो विचारों को बदलने എല്ലാ वाला, അന്ധകാര ശക്തികളോട് മാറിപ്പോ ഞങ്ങൾ കൽപ്പിക്കുക. हर एक अंधकार के शक्ति को दूर होने की आज्ञा देता है। Name of Jesus. यीशु के नाम से നിങ്ങളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിക്കാട്ടെ. आप जरा इस्तेमाल करना शुरू करो। പേടിക്കേണ്ട ഉപയോഗിക്കാൻ. कि इस्तेमाल करेंगे You are डरना नहीं है। authorized to use the name of Jesus. आपको अधिकार है यीशु का नाम इस्तेमाल പ്രശ്നങ്ങൾ करने വരുമ്പോൾ, का। जब समस्या आता അടഞ്ഞ है, വഴികൾക്ക് മുമ്പിൽ जो बंद दरवाजे നിങ്ങൾ के सामने പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. यीशु के
नाम से कुल आप कहो യുദ്ധങ്ങൾ നേരിടുമ്പോൾ जब युद्ध का सामना നിങ്ങൾ करता है പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. आप कहो यीशु के नाम से मैं आ रहा हूं. രോഗം വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാട്ട് जब बीमारी आती है तो आप कहो യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകുകയാണ്. यीशु के नाम से मैं चंगाई पा रहा യഹോവ है. റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. यहोवा राफा मैं तुझे चंगा करने वाला കുറെ परमेश्वर. ദിവസങ്ങൾക്ക് മുമ്പ് നാം കേട്ടു. कुछ दिनों पहले हमने ആ देखा വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. उस वचन की खासियत है. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അങ്ങോട്ട് വിളിച്ച പേരുകളുണ്ട്. हमने परमेश्वर को सामने से बुलाया नाम है. ദൈവത്തിന്റെ ഗുണം കണ്ടിട്ട് ദൈവത്തിന്റെ സ്വഭാവം കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. നീ യഹോവ ഇരയാണ്, कि उसका स्वभाव को देख के हमने बोला कि तू यहोवा यिरे है, നീ യഹോവ നിശിയാണ്, तू यहोवा निशी है, നീ യഹോവ സിദക്കേനു, നീ യഹോവ ഷമ്മ, ഇതൊക്കെയാണെന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. तू यहोवा शम्मा, ये सब हमने उसको बुलाया. പക്ഷെ ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തി തന്നൊരു പേരുണ്ട്. लेकिन परमेश्वर ने हमें प्रकट किया एक नाम है. അങ്ങോട്ട് വിളിക്കുന്ന പേരും उसको बुलाने वाला नाम ഇങ്ങോട്ട് വെളിപ്പെടുത്തുന്ന പേരും വ്യത്യാസമുണ്ട്. और प्रकट किया हुआ नाम में फर्क है. ദൈവം പറയുക, परमेश्वर कहता है പുറപ്പാട് 15 പറയുക, कि एक्सोडस 15 में ഞാൻ कहता है യഹോവ റാഫയാണ്, मैं परमेश्वर राफा I हूँ, am your healer, मैं तुझे चंगा करने I वाला am है, your physician. मैं तुम्हारा वैद्य हूँ. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, अब कहो ആ നാമത്തെ ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. उस नाम को जरा कस के पकड़ो. എല്ലാ നാവുകളും പറഞ്ഞാട്ടെ. हर एक जबान से If बोले. you are feeling sick in your body, अगर आपके शरीर में बीमार है hold तो on that name, उस नाम को पकड़ो. hold on that name. उस नाम को पकड़ो. ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നെങ്കിൽ ഈ പകൽ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകുകയാണ്. अगर आपको शरीर में बीमारी है तो बोलो यीशु के नाम से मैं चंगा हो रहा है. പറഞ്ഞാട്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ मुंह खोल के बोलो यीशु के ഞാൻ नाम से സൗഖ്യമാകുകയാണ്. मैं चंगा हो रहा हूँ. യേശുവിന്റെ നാമത്തിൽ यीशु के नाम ഞാൻ से സൗഖ്യമാകുകയാണ്. मैं चंगा हो रहा है. യഹോവ റാഫ, यहोवा ഞാൻ राफा സൗഖ്യമാകുകയാണ്. मैं चंगा हो रहा ഞാൻ हूँ. സൗഖ്യമാകുകയാണ്. मैं चंगा हो रहा हूँ. ശമന വെറും സിംപ്റ്റംസ് മാത്രമല്ല, कोई സിംപ്റ്റംസ് മാത്രമല്ല, कोई symptoms it's नहीं. not just your symptoms, वो आपका सिर्फ सिम्टम्स but नहीं from है. the root cause of your sickness. आमेन आमेन. ऐसे आपका उस बीमारी का Get your जड़ से healing right now. अभी यीशु के नाम से Get निकले. your healing right now. अभी वो चंगाई को Not प्राप्त करो. just your symptoms, आपका सिर्फ सिम्टम ही नहीं, not just your symptoms, आपका केवल सिम्टम but नहीं, from the root cause of your sickness. आपकी बीमारी के जड़ से. Shalaramthana, receive your healing. आपका चंगाई को Receive पाओ. your healing. आपका चंगाई को In पाओ the name of Jesus. यीशु के नाम से. Can somebody say, आप मुंह खोल के बोले, hey, sickness, ये बीमारी मुंह खोल के बोलो. hallelujah. രോഗമേ, मुंह खोल के बोलो ഞാൻ बीमारी നിനക്കെതിരെ വരികയാ. मैं तेरे खिलाफ आ रहा हूँ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മുറുകെ പിടിച്ചോണ്ട്, यीशु के नाम पकड़ के साथ. the name of Jesus, यीशु के नाम से രോഗം മുട്ടുമടക്കാൻ പോകുകയാ. बीमारी घुटने टेकेगा. പൈശാചിക ബന്ധനങ്ങൾ മുട്ടുമടക്കാൻ और പോകുകയാ. शैतान का बंधन घुटने टेकेगा. അത് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. वो तुम्हारे शरीर में व्यापार ആ करे. വാതിലുകൾ തുറക്കാൻ പോകുകയാ. वो- ആ വാതിലുകൾ തുറക്കാൻ वो പോകുകയാ. वो मार्ग खुलने वाला है. ആ യുദ്ധം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയമായി മാറാൻ പോകുകയാ. वो युद्ध यीशु के नाम से आपके लिए जय होने ഒരു वाले ബലം हैं. നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. वो बल आप में आने वाला है. ശൗലിന്റെ വാളെടുക്കാൻ കെൽപ്പില്ലാത്തവൻ, जो सोल का तलवार उठाने का ताकत जिसमें नहीं था, ശത്രു നിനക്കെതിരെ എടുത്ത ആയുധത്തെ തിരിച്ചയക്കത്തക്കവണ്ണം ആരോഗ്യമുള്ളവനായി മാറാൻ പോകുകയാ. जो शत्रु ने तेरे खिलाफ जो हथियार भेजा है उसको लौटाने का ताकत रखने वाला बनने ഞാൻ वाला है. ആത്മാവിൽ ഒരു ദൂത് പറയുകയാ. मैं आत्मा में एक वाणी कहता हूँ. ശൗലിന്റെ വാളെടുക്കാൻ കെൽപ്പില്ലാത്തവൻ, जो सोल का तलवार ने उठा पाया, ശത്രു നിനക്കെതിരെ എയ്തു വിട്ടതിനെ പിടിച്ച് തിരിച്ചെയ്തു വിടുവാൻ ബലമുള്ളവനായി തീരാൻ പോകുകയാ. शत्रु ने जो तेरे खिलाफ जो आयुध हथियार भेजा है उसको पकड़ के उसके खिलाफ भेजने की तुझे शक्ति मिलने वाला है. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ अब मुंह खोल के बोलो यीशु के नाम से എനിക്കെതിരെ വരുന്നത്, मेरे खिलाफ आने वाला യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम അത് से ശത്രുവിന്റെ മേൽ മടങ്ങിപ്പോകട്ടെ. वो शत्रु को लौटाने दे. അത് പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ മടങ്ങിപ്പോകട്ടെ. वो शैतानी मंडलों में लौट जाने दे. എന്നെ തകർക്കുവാൻ ഒരുക്കിയ പദ്ധതികൾ, मुझे जो नाश करने के लिए बना हुआ हर एक योजना ഹല്ലേലൂയ, അവ ജയിക്കുകയില്ല. वो जय नहीं होगा. ഓ, സങ്കീർത്തനം 21:11 പറയുകയാ. भजन संहिता 21 का 11 कहता है. സങ്കീർത്തനം 21:11, भजन संहिता 21 का 11. though they plot evil against you and devise wicked schemes, they cannot succeed. Hallelujah.
നിങ്ങൾക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കി, പ്ലാൻ ഉണ്ടാക്കി, പക്ഷെ അത് സക്സീഡ് ആകത്തില്ല, അത് വിജയിക്കത്തില്ല. शत्रु जो भी योजना आपके विरुद्ध जो बनाया है वो योजना कामयाब नहीं होगा. 20-ാം സങ്കീർത്തനത്തിലെ 20वां आयत में ജനം പ്രാർത്ഥിച്ചയച്ചതാ. लोगों ने प्रार्थना करके भेजा है ഹല്ലേലൂയ. രഥങ്ങളിൽ ആശ്രയിക്കാതെ, कि बिना रथों में उम्मीद रखे കുതിരകളിൽ ആശ്രയിക്കാതെ, और रथों में भरोसा नहीं യേശുവിന്റെ का നാമം മുറുകെ പിടിച്ചോണ്ട് यीशु के नाम को कस के നീ पकड़ के യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ तू जब युद्ध के लिए उतर के खड़ा നിന്റെ हुआ, ശത്രു പദ്ധതി ഒരുക്കി. तेरे शत्रु ने योजना യവനെ बनाया തകർക്കണമെങ്കിൽ अगर इसे नाश करना है तो യവനെതിരെ ഇന്ന ആയുധം ഉപയോഗിക്കണം. उसके खिलाफ ये हथियार इस्तेमाल करना നിന്റെ है. ശക്തി മനസ്സിലാക്കി, तेरे बल को समझते നിന്റെ हुए ബലം മനസ്സിലാക്കി, तेरे बल को समझते हुए നിനക്കെതിരെ ശത്രു ആയുധങ്ങളെ ഒരുക്കിയപ്പോൾ, जब शत्रु ने तेरे खिलाफ हथियारों को तैयार किया, ഹല്ലേലൂയ, പദ്ധതികളെ ഒരുക്കിയപ്പോൾ, वो योजनाओं को बनाया. പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൂത് വിളിച്ചു പറയുകയാ. आज कुछ लोगों को देख के पवित्र आत्मा वाणी देता है. നിന്റെ സ്പിരിച്വൽ കാലിബറിനെ മനസ്സിലാക്കി, तेरे आत्मिक बल को समझते നിന്റെ हुए, സ്പിരിച്വൽ ക്വാളിറ്റീസിനെ മനസ്സിലാക്കി, तेरे आत्मिक गुणों को समझते हुए, നിന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കി. तेरी शक्ति का रहस्य को जानते हुए, പിശാച് എപ്പോഴും അങ്ങനെ കേട്ടോ, शैतान हमेशा वैसा നിന്റെ है. ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കി, तेरे ശक्ति का रहस्य को समझ के, അതിനെ ചോർത്തിയെടുത്ത് उसको चूस के लेके ആ മേഖലയിൽ നിന്നെ തകർത്ത് കളവാ. उस मंडल में तुझे नाश करने के लिए പദ്ധതികളെ ഒരുക്കുമ്പോൾ योजनाओं को जब बनाता है, ദൈവ പൈതലേ, परमेश्वर का keep बच्चों, holding on the name of Jesus. Hallelujah. പിശാച് എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ? शैतान हमेशा किस चीज को खोजता है, നിന്റെ ബലം എവിടെയാന്നാ? तेरा बल किधर है, പിശാച് എപ്പോഴും അന്വേഷിക്കുന്നത് എന്താണെന്നറിയാമോ? वो क्या ढूंढते നിന്റെ हमेशा, ശക്തിയുടെ രഹസ്യം എന്താന്ന്? तेरा सामर्थ का रहस्य क्या है. ശിംശോനെതിരെ അങ്ങനെ ചെയ്തത്. सिमसोन के विरुद्ध इस प्रकार किया था. ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ ദൈവമക്കളുടെ ശക്തിയുടെ രഹസ്യം പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. परमेश्वर भक्त और परमेश्वर के बच्चों का शक्ति का रहस्य क्या है वो खोजते रहते हैं शैतान, എന്നിട്ട് നിന്നെ തകർക്കാൻ പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. और उसके बाद तुझे नाश करने के लिए वो योजना बनाता പിശാചിന് है. അറിയാം നീ പ്രയോജനമുള്ളവനാണെന്ന്. शैतान जानते तेरे पे एक गुण പിശാചിന് है. അറിയാം നിന്റെ അകത്ത് എന്തൊക്കെ ടാലൻസ് ഉണ്ടെന്ന്. शैतान जानते तेरे अंदर क्या क्या वरदान है. പിശാചിന് അറിയാം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിന്നെ ദൈവം അമ്മേ, നിർമ്മിച്ചപ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്ത സ്പെഷ്യൽ ഹല്ലേലൂയ ടാലൻസ് പർപ്പസസ് എന്താണെന്ന് പിശാചിന് അറിയാം. शैतान जानते जब माँ के कोख में परमेश्वर जब तुझे देखा, तुझे क्या क्या गुण दिया, तेरे को क्या क्या चीजों के रखा है. ഹല്ലേലൂയ. हालेलुया. അതറിയാവുന്ന പിശാച് वो जानने वाला शैतान നിന്നെ തകർക്കാൻ വേണ്ടി he is making devices against you. वो तुझे नाश करने के तेरे विरुद्ध में वो हथियार भी बनाता है. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ട് ദൈവമക്കളെ? क्या आप सुन रहे? ഇന്ന് പകൽക്കാലം ആത്മാ ചിലരെ നോക്കി പറയുക, आज कुछ लोगों को देख के आत्मा നിങ്ങൾ कहता है പ്രയോജനപ്പെടേണ്ട വ്യക്തി ആയതുകൊണ്ട് പിശാച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. आप उपयोग में आने वाला व्यक्ति है बोल के शैतान आपको नाश करना चाहता അമ്മയുടെ है. ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് പിശാച് നിനക്കെതിരെ പദ്ധതികൾ माँ ഒരുക്കുന്നത്. के कोख में तुझे चुना है बोल के शैतान तेरे विरुद्ध योजना बनाता है. ഹല്ലേലൂയ. നിന്റെ ശക്തിയുടെ രഹസ്യം പിശാച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. तेरे शक्ति का रहस्य क्या है वो खोजता പക്ഷെ है. പിശാചിനെ പിടിച്ചാൽ പിടികിട്ടാത്ത ഒരു ശക്തിയുടെ രഹസ്യം നിനക്കുണ്ട്. लेकिन शैतान खुद ढूंढने पे भी नहीं पकड़ सकते वैसे एक रहस्य है तेरे में. ഒരു മിനിറ്റ് एक क्षण के लिए പരിശുദ്ധാത്മാവ് എന്നെ ചിലത് പഠിപ്പിക്കുക. पवित्र आत्मा कुछ सिखा रहा നിങ്ങളുടെ है. പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശക്തിയുടെ രഹസ്യമെങ്കിൽ अगर प्रार्थना आपका शक्ति का रहस्य है तो പിശാച് നിങ്ങളുടെ പ്രാർത്ഥനയെ തകർത്ത് നിങ്ങളെ തോൽപ്പിക്കാം. को शैतान तुम्हारा प्रार्थना को बोलते ना तुम्हें जीत ले सकता നിങ്ങളുടെ है. അഭിഷേകമാണ് നിങ്ങളുടെ ശക്തിയുടെ രഹസ്യമെങ്കിൽ अगर आपका अभिषेक आपका शक्ति നിങ്ങളുടെ का सामर्थ्य അഭിഷേകത്തെ दो, കുറച്ചിട്ട് പിശാച് നിങ്ങളെ തോൽപ്പിക്കാം. आपका अभिषेक की शक्ति को कम करके शैतान आप पे നിങ്ങളുടെ जय ले सकते വിശുദ്ധിയാ हैं. നിങ്ങളുടെ ഹല്ലേലൂയ ശക്തിയുടെ രഹസ്യമെങ്കിൽ आपका पवित्रता आपके शक्ति का നിങ്ങളെ रहस्य है तो പാപം ജയിച്ചിട്ട് പിശാചിനെ നിങ്ങളെ തോൽപ്പിക്കാം. आपसे पाप करा के शैतान आपको हरा सकता है. പക്ഷേ ഇതൊന്നുമല്ല എന്റെ നിന്റെ ശക്തിയുടെ രഹസ്യം. आमेन. पर ये कुछ भी नहीं है तुम्हारा और मेरा शक्ति का रहस्य है. നിങ്ങൾ മുറുകെ പിടിച്ചൊരു നാമമാണ് आमेन, നിങ്ങളുടെ ശക്തിയുടെ आमेन, आमेन. രഹസ്യം. हमने कस के पकड़ा एक हालेलुया. नाम है यीशु का നിങ്ങളുടെ नाम. വിശുദ്ധിയെ പിശാചിന് കുറയ്ക്കാം. तो तुम्हारे पवित्रता को शैतान नाश कर നിങ്ങളുടെ सकता है. പ്രാർത്ഥനയെ പിശാചിന് കുറയ്ക്കാം. तुम्हारा प्रार्थना को शैतान പക്ഷേ रोक നീ सकता है. മുറുകെ പിടിച്ച നാമത്തെ തൊടാൻ പിശാചിന് കഴിയുകയില്ല. लेकिन तुझे कस के पकड़ा हुआ नाम को शैतान छूट नहीं सकता है. हालेलुया. 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 In
എൻ്റെ കർത്താവേ നന്ദി നന്ദി താങ്ക് യു എന്നോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. मुझसे पवित्र आत्मा बातें कर रहे हैं ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, मैं पिछले हफ्ते इस प्रकार प्रार्थना किया കർത്താവേ എന്നിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ, परमेश्वर कुछ भी मेरे में कमी है നിന്റെ तो രാജ്യത്തിന് വേണ്ടി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ तेरे राज के अगर मैं खड़ा എന്നെ है तो ഉപയോഗിക്കണമേ. मुझे उपयोग करना ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, आज के दिन पवित्र आत्मा कहता മോനെ, है നിന്നിലുള്ള ഗുണം കൊണ്ട് നിന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ अगर तेरे गुण से अगर तुझे उपयोग ആ करने का ഗുണം देखो പിശാചിന് തകർക്കാൻ പറ്റും. वो गुण जो है शैतान नाश कर सकता है പക്ഷെ നിന്നിലുള്ള ഗുണം കൊണ്ടല്ല, लेकिन तेरा गुण से नहीं आमेन എന്റെ നാമം നിമിത്തം मेरे नाम के द्वारा നീ എന്റെ നാമത്തെ മുറുകെ പിടിക്ക. तू मेरे नाम को कस के पकड़ പ്രതികൂലങ്ങൾ വരാ, जब चुनौती आएगा സാഹചര്യങ്ങൾ എതിരായി പോകാം, जो अवस्था बदल जाएगा പ്രശ്നങ്ങൾ ഉണ്ടാകാം, समस्या പക്ഷെ आएगा മുറുകെ പിടിച്ചോ. लेकिन कस के पकड़ മുറുകെ പിടിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരേ ഒരു നാമം. केवल बोल रहे कस के पकड़ने के लिए गुणगार एक ही नाम है ഹല്ലേലൂയ. പിശാച നീ പദ്ധതി ഒരുക്കിക്കോ, शैतान तू योजना बना പക്ഷേ ആയുധങ്ങൾ മടങ്ങാൻ പോകുക. लेकिन हथियार लौटने वाला आमेन यस എങ്ങനെ മടങ്ങുന്നത്? कैसा लौटेगा നിന്റെ ആയുധം तुम्हारा जो हथियार है നിന്റെ മേൽ വീഴാൻ പോകുക. आमेन आमेन वो तेरे पे गिरेगा എങ്ങനെയാ മടങ്ങുന്നത്? कैसा लौटेगा ശൗലിന്റെ വാള് പൊക്കാൻ കെൽപ്പില്ലാത്തവൻ जो सौल का तलवार नहीं उठा पाया ഒരു നാമം മുറുകെ പിടിച്ചൊന്ന് ഇറങ്ങി ചെന്നപ്പോ एक नाम को कस के पकड़ जब उतरा ശത്രു എടുത്ത ആയുധം അവന് നേരെ മടക്കി അയക്കാൻ ബലമുള്ളവനായി മാറി. शत्रु जो हथियार उठाया उसके खिलाफ करने के लिए उसको बल मिला ഈ ബലം മനുഷ്യൻ തന്ന ബലമല്ല, ये जो बल है इंसान ने दिया ഈ बल ബലം नहीं है ശരീരത്തിന് മസിലിന്റെ ബലമല്ല. मैं जो कह रहे अपने मसल का बल സൗന്ദര്യത്തിൽ नहीं ആശ്രയിക്കരുത്, अपनी खूबसूरती അത് पर depend ഇന്നുണ്ട് मत करो। നാളെ ഇല്ല. वो आज है कल नहीं है മസിൽസിൽ ആശ്രയിക്കരുത്, शक्ति ബുദ്ധിയിൽ ആശ്രയിക്കരുത്. बुद्धि पे आश्रय मत ഓർമ്മയും रखो ബുദ്ധിയുമൊക്കെ ക്ഷയിക്കുമെന്ന്. कि यादगार बुद्धि सब कम ഹല്ലേലൂയ. होगा നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ अगर आपको उम्मीद रखना है hold on the name of Jesus. वो यीशु के नाम को कस के पकड़ो आमीन അത് നിലനിൽക്കുന്നതാ. वो हमेशा स्थिर रहता है ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്ന ദൈവമക്കളെ, जो युद्ध करने वाला परमेश्वर നിങ്ങൾ के बच्चों പട്ടാളക്കാരല്ലേ? हम परमेश्वर का सेना है പഴയ നിയമത്തിൽ ഈ യുദ്ധം ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആരാന്നറിയുമോ? ദൂതന്മാരായിരുന്നു ചെയ്തത്. कि पुराना नियम में कौन युद्ध करता था स्वर्गदूत करता था അന്ധകാര മണ്ഡലങ്ങളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തത് ദൂതന്മാരാ പഴയ നിയമത്തിൽ. कि अंधकार का मंडल से जो गिरा हुआ दूतों से कौन युद्ध करता था वो स्वर्गीय दूत करता था ലൂസിഫറിനെയും കൂട്ടരെയും സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെ ഇട്ടത് ആരാന്നറിയാമോ? लूसीफर उसके साथियों को स्वर्ग से काट के कौन नीचे डाला ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മിഖായേലും അവനോടുള്ള ദൂതന്മാരുമാണ്. कि ഹല്ലേലൂയ. परमेश्वर की आज्ञा का पालन करते मिकाएल और उसके साथ में जो दूत थे വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് സ്വർഗത്തിൽ യുദ്ധം നടന്നെന്നാ പറയുന്നത്. रेवलेशन में कहते हैं स्वर्ग में युद्ध हुआ മിഖായേല് സാത്താനെ വെട്ടി താഴെ ഇട്ടെന്നാ പറയുന്നത് അല്ലേ? मिकाएल ने क्या किया सातन को काट के नीचे डाला ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലത്ത് അങ്ങനെ സംഭവിക്കുന്നത്. कि पुराना नियम में इस प्रकार होता പക്ഷെ था പുതിയ നിയമമായപ്പോൾ लेकिन जब नया नियम आया പട്ടാളക്കാരെ അങ്ങ് മാറ്റി കർത്താവ് कि सेनाओं को परमेश्वर ने हटा दिया ഇപ്പം യുദ്ധം ചെയ്യുന്ന ആരാന്നറിയാമോ? अभी युद्ध कौन അവന്റെ करता है സഭയാ യുദ്ധം ചെയ്യുന്നത്. यस यस आमीन हालेलुया ഹല്ലേലൂയ. നമ്മളെ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് अभी हम है जो युद्ध करते हैं ദൂതന്മാരില്ലാഞ്ഞിട്ടാണോ? क्या दूत नहीं है उसके लिए है क्या ദൂതന്മാരില്ലാഞ്ഞിട്ടാണോ? क्या स्वर्गदूत नहीं है അല്ല, ദൂതന്മാരുണ്ടെന്ന്. है स्वर्गदूत है പക്ഷെ ദൂതന്മാർക്ക് പറ്റാത്തൊരു കാര്യം നമുക്ക് പറ്റുമെന്ന്. लेकिन जो स्वर्गदूत नहीं कर सकते वो हम कर सकते हैं എന്താ അവർക്ക് പറ്റാത്തത്? क्या है वो चीज ഒരു नहीं कर ദൂതനും सकते ഇന്ന് വരെ പറയാൻ പറ്റത്തില്ല कोई भी दूत आज ഞാൻ तक नहीं कर യേശുവിന്റെ सकते മകനാ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന്. कोई दूत ये नहीं कर सकते मैं यीशु का पुत्र है मैं उसके लहू से എന്നാൽ उद्धार നമുക്ക് पाया പറയാൻ है। പറ്റും, लेकिन हम कह सकते ഞാൻ हैं മകനാണ്, ഞാൻ മകളാണ്. मैं बेटा हूँ मैं बेटी हूँ ദൂതന്റെ കയ്യിലില്ലാത്തൊരു ആയുധം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? स्वर्गदूत ദൈവത്തിലെ के हाथ में जो हथियार नहीं वो आपके हाथ में है You know what is that? Hallelujah. Weapon. आपको पता है वो हथियार You क्या है have the authority to use the name of Jesus. आपको अधिकार है यीशु का नाम को इस्तेमाल करने का ഇയാൾ ഒരു വലിയ വചന വെളിപ്പാട് എനിക്ക് തരികയാ. परमेश्वर के अंदर बहुत बड़ा एक प्रकाशन दे മലയാളത്തിൽ रहे നമ്മൾ हैं പാടത്തില്ലേ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാവാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഗന का मतलब क्या है? ദൂതന്മാർക്കില്ലാത്തൊരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുക. जो स्वर्गदूत को जो नहीं है वैसा एक भाग्य परमेश्वर हमें दिया है ആ പാട്ടി പറയുന്നത് രക്ഷയുടെ ദൂത് അറിയിക്കാൻ അവർക്ക് ഭാഗ്യമില്ല. उस गाने में इस प्रकार से उद्धार का जो संदेश देने का उनको मौका नहीं मिला വേദോസ്തത്തിൽ ദൂതന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല രക്ഷയുടെ ദൂത് പറയാൻ. परमेश्वर के वचन में स्वर्गदूतों को परमेश्वर ने नहीं दिया कि എന്നാൽ उद्धार രക്ഷയുടെ का ദൂത് പറയുന്നതിനെ संदेश दे സഹായിക്കാൻ ദൈവം ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. लेकिन जो उद्धार का संदेश जो लेके जाते हैं उनको मदद करने के लिए स्वर्गदूत को रखा है ഹല്ലേലൂയ.
രക്ഷയുടെ ദൂതന്മാരല്ല നമ്മളാ പറയുന്നത്. जो उद्धार का जो संदेश है स्वर्गदूत नहीं हमें कहना है, ദൂതന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. क्योंकि जो स्वर्गदूत है गवाही नहीं दे सकता. യേശുവിനെ രക്ഷിച്ചു വിടുവിച്ചെന്ന് ദൂതന് പറയാൻ പറ്റത്തില്ല. स्वर्गदूत नहीं कह सकते यीशु मुझे छुड़ाया, मुझे പക്ഷെ बचाया, നമുക്കത് പറയാൻ പറ്റുമെന്ന് लेकिन हम वो कह सकते हैं आमीन. ഇന്ന് പാട്ടെഴുതിയ ദൈവദാസന്റെ വെളിപ്പാട് അദ്ദേഹം എഴുതിയത്. वो जो गीत लिखा उसका जो मिला हुआ प्रकाशन उसमें कहता हूं ദൂതർക്കില്ലാത്തൊരു അവകാശം നമുക്കുണ്ടെന്ന്. कि जो स्वर्गदूत को नहीं है वैसे एक ആ अधिकार हम में നാമത്തെ है. എന്റെ അപ്പന്റെ നാമമാണെന്ന് പറഞ്ഞു ഉപയോഗിക്കാനുള്ള ഒരവകാശം. नाम को मेरा पिता का नाम है बोल के इस्तेमाल करने का अधिकार. പുതിയ നിയമസഭയെ नया नियम के कलीसिया, യേശു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക, യുദ്ധം ഏൽപ്പിച്ചിരിക്കുക. यीशु ने तुम्हें युद्ध के लिए चुना है. ഹല്ലേലൂയ. ദൂതന്മാർ പണ്ട് ചെയ്ത യുദ്ധം जो स्वर्गदूतों ने जो पहले किया वो युद्ध, അവർക്ക് പറ്റാത്ത ഒരു മണ്ഡലത്തിൽ, उनको जो नहीं हो सकते वैसे एक അവർക്ക് मंडल में, പറ്റാത്തൊരു അളവിൽ, वो जो नहीं कर सकते उस नाप में, അവരുടെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് उनके हाथ में जो नहीं वैसे हथियारों को उपयोग ഹല്ലേലൂയ करके പോരാടാൻ വേണ്ടി നിന്നെ വിളിച്ചിരിക്കുകയാ. लड़ने के लिए तुम्हें बुलाया है. യേശുവിന്റെ നാമം ഒന്ന് മുറുകെ പിടിച്ചാട്ട്. यीशु के नाम को जरा कस के ആ पकड़ो. നാമത്തിലൊരു ബലമുണ്ട്, उस नाम में एक बल ആ है, നാമത്തിലൊരു ശക്തിയുണ്ട്, उस नाम में एक शक्ति है, ആയുധങ്ങളെ മടക്കാനുള്ള ശക്തി. जो हथियारों को लौटाने का शक्ति. അതുകൊണ്ട് പട്ടാളക്കാരനോട്, इसके लिए सिपाहियों से, പട്ടാളക്കാരോട് जो सिपाहियों ഇന്ന് से പകൽ എനിക്കും പറയാനുള്ളത് आपसे मुझे भी ये कहना है പൗലോസ് പറഞ്ഞ അതേ സെന്റൻസാ. कि पौलुस ने जो बोला वही वाक्य है. പൗലോസ് തീമോത്തിയോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, पौलुस ने तीमुथियुस को बुला के ഏ कहा, തീമോത്തിയോസേ, ये तीमुथियुस ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനാകുക, कि यीशु मसीह के अच्छा നല്ല सिपाही ഒരു बनो, പട്ടാളക്കാരനാകുക. एक अच्छा सिपाही बनो. ഹല്ലേലൂയ. രണ്ട് ലേഖനങ്ങളിലും പറഞ്ഞു, दोनों चिट्ठियों में कहा, രണ്ടാമത്തെ ലേഖനത്തിൽ പറഞ്ഞു, दूसरे पत्र में कहा, ഹല്ലേലൂയ നല്ലൊരു एक പട്ടാളക്കാരനാകണം. अच्छा सिपाही എല്ലാവരും बनो. പറഞ്ഞിട്ട് നല്ലൊരു वो बोल പട്ടാളക്കാരനാകണം. के बोलो अच्छा सिपाही. ആമേൻ. ഹല്ലേലൂയ. നീ പട്ടാളക്കാരനാണെങ്കിൽ अगर तू सिपाही है तो നിന്റെ ബലം എവിടുന്നാ വരുന്നത്? तेरा बल कहां से है? നിനക്ക് ബലം വേണം അല്ലേ? तुझे बल चाहिए. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്തവന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? जो उठ के खड़ा नहीं हो सकते वो युद्ध कर सकते हैं क्या? ഹല്ലേലൂയ. കാണുന്ന ആരോഗ്യമൊന്നുമല്ല ആരോഗ്യം. जो दिखते वो नहीं है ताकत. ഹല്ലേലൂയ. ഈ മസിലൊന്നുമല്ല ആരോഗ്യം. ये जो मसल नहीं है ताकत. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം വേറെയാണെന്ന്. ये जो ताकत का रहस्य ആത്മിക अलग है. പട്ടാളക്കാരന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം വേറെയാ. एक सिपाही का जो ताकत का रहस्य अलग है. നമ്മുടെ ലുക്കൊന്നുമല്ല ആരോഗ്യം. हमारा लुक नहीं है ഹല്ലേലൂയ. ताकत. രഹസ്യം എന്താ? रहस्य क्या है? പട്ടാളക്കാരൻ മുറുകെ പിടിക്കുന്ന ഒരു നാമമാ. वो एक कस के पकड़े एक नाम है. आमीन. അതുകൊണ്ട് പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞു, पौलुस ने तीमुथियुस से ഈ कहा, നല്ല പട്ടാളക്കാരനാകണമെങ്കിൽ अगर तुझे अच्छा सिपाही എന്റെ बनना है മകനാകുന്ന തീമോത്തിയോസേ, तो मेरा बेटा तीमुथियुस ഹല്ലേലൂയ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. कि ഹല്ലേലൂയ. यीशु मसीह का जो अनुग्रह में सामर्थ पा. നിനക്കൊരു ശക്തി ഉണ്ടെങ്കിൽ, अगर तुझे एक शक्ति है तो, നിനക്കൊരു ബലമുണ്ടെങ്കിൽ, तुझे एक बल है അത് तो, വരുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. वो जो आता है यीशु मसीह के द्वारा. എത്ര പേരെ കേട്ടു? कितने लोगों ने सुना? 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളാണ്. 2 तीमुथियुस दूसरा का पहले से जो लिखा हुआ है. അവിടെ പറയുക, തീമോത്തിയോസ് നീ പട്ടാളക്കാരനാ. तीमुथियुस तू एक सिपाही है, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് വിളിച്ചിട്ടുള്ള പട്ടാളക്കാരൻ. राजा को प्रसन्न करने के लिए बुलाया हुआ एक सिपाही. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, पिछले हफ्ते हमने सुना രാജാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു മണവാട്ടിയെ കുറിച്ച് കേട്ടല്ലേ? कि राजा को प्रसन्न करने वाला एक दुल्हन के बारे में सुना. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുക, आज मैं आपसे कहता हूं നിങ്ങൾ രാജാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു പട്ടാളക്കാരനായി മാറണം. कि तुम्हें राजा को प्रसन्न करने वाला एक सिपाही बनना है. ഹല്ലേലൂയ. ഒരു ഭോജിയായി മാറണം, ഒരു സോൾജിയറായി മാറണം. एक सिपाही बनना है. ഹല്ലേലൂയ. हालेलुया. മണവാട്ടി എങ്ങനെ രാജാവിനെ പ്രസാദിപ്പിക്കുന്നത്? कि दुल्हन के साथ राजा को प्रसन्न करता അവളുടെ है. പിതൃഭവനത്തെ മറന്ന്, वो अपने पिता का घर को भूल के, അവളുടെ ലോകത്തെ മറന്ന്, उसकी दुनिया को അവൾ भूल के രാജാവിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാ. वो राजा के लिए समर्पण होता है. ഹല്ലേലൂയ. പട്ടാളക്കാരൻ എങ്ങനെ പ്രസാദിപ്പിക്കുന്നത്? एक सिपाही कैसा प्रसन्न करता है? പട്ടാളക്കാരൻ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. वो वहाँ कैसे लिखा है? പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ, जो फौज में शामिल होके, जिस राजा ने उसको भोज में चुन लिया, उस राजा को प्रसन्न करने के लिए हालेलुया भोजी ना तो सिपाही ना क्या करना पड़ेगा? हालेलुया. सिपाही क्या करना है? എന്ത് ചെയ്യണം? क्या करना है? അവിടെ പറയുകയാണ്, അവൻ ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. वो बोलते हैं कि वो he is not entangled with the world. वो दुनिया के साथ जो वो जीवन की दुनियादारी चीजों में जाकर फंसने वाला नहीं है. आमीन. हालेलुया. हालेलुया.
ദുനിയാദാരിയിൽ കുടുങ്ങി പോകുന്നില്ല. वो दुनियादारी में नहीं फंसता है. നിനക്ക് നിന്റെ രാജാവിനെ പ്രസാദിപ്പിക്കണമോ? अगर तुझे तेरे राजा को प्रसन्न करना है, ഹല്ലേലൂയ, आमीन आमीन, രാജാവ് നിന്നിൽ സന്തോഷിക്കണമോ? राजा तुम में प्रसन्न होना है, നല്ല പട്ടാളക്കാരനായിട്ട് നിന്നെ തെരഞ്ഞെടുക്കണമോ? एक अच्छा सिपाही बन के रहना है, നിന്റെ तो റാങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടണമോ? तेरे रैंक में तुझे प्रमोशन मिलना है, तो ഹല്ലേലൂയ, അങ്ങനെയൊക്കെ വേദോസം പഠിപ്പിക്കുന്നത് കേട്ടോ. ऐसे वचन सिखाता है. ദൈവത്തിന്റെ ജനറൽമാരുണ്ട്. परमेश्वर जनरल लोग है. ഒരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗോഡ്സ് ജനറൽസ്? ये एक किताब है गॉड നമ്മളൊക്കെ जनरल. വെറും ശിപ്പായിമാരാണെങ്കിൽ अगर हम केवल सिपाही है, तो ചില ദൈവദാസന്മാര് ജനറൽസാ. कुछ परमेश्वर के दास लोग जनरल ഞാൻ लोग हैं. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ उस मीटिंग में जब बातें कर रहा था, ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, परमेश्वर की आत्मा ने मुझसे कहा കഴിഞ്ഞ 2020 വരെയുള്ള ചില 1 2 3 വർഷങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? कि 2003 तक 2-3 दिनों सालों का खासियत क्या था. ഒത്തിരി വലിയ വലിയ ദൈവദാസന്മാർ ഭൂമി വിട്ടുപോയി. बहुत सारे परमेश्वर के दास लोग दुनिया छोड़ के गए, പെട്ടെന്ന് അവർ പോയത്. और जल्दी God's गए. generals എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചിലർ പോയി. ഹല്ലേലൂയ. कि गॉड जनरल्स बोल के जो कैटेगरी में आ सकते हैं, वैसे അത് कुछ लोग അത് गुजर നല്ല गए. കാര്യമാണോ? वो एक अच्छी बात है क्या? ഒറ്റയടിക്ക് ദൈവരാജ്യത്തിന്റെ വലിയ ജനറൽസ് ലോകം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണോ? बहुत कम समय में बोलते हैं ना कि दुनिया का जो बोलते हैं ना कि परमेश्वर का जनरल जो कहने वाले ऐसे परमेश्वर का दास लोग गुजर गया. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചൊരു പാഠമാ. पिछले दिनों मैंने सीखा ആർക്കും एक बात ആരെയും है, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. कोई भी किसी को അപ്പൊ ഞാൻ के बदले में नहीं आ ചോദിച്ചു, ഈ सकते. ദൈവരാജ്യത്തിന്റെ ജനറൽസ് ഒക്കെ ഒന്നിച്ച് എങ്ങനെയാ പോകുന്നത്? तो मैं सोचा परमेश्वर आपके राज के जो बड़े बड़े Who's परमेश्वर going to दास एक साथ substitute कैसे them? आते हैं? Hallelujah. कौन उसके बदले में खड़ा रहेगा? ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. परमेश्वर की आत्मा ने मुझे It's समझाया a एक बात major बताई. shift. वो Hallelujah. एक मेजर शिफ्ट है. Why this is happening, you know? आपको पता है क्यों हो रहा है? Amen. 2020 നിങ്ങൾ നോക്ക്. 2020 में आप देखो, റെനാഡ് ബോങ്കെ, रेनाड बोंगे, രവി സക്കറിയ, रवि सक्रिया, ഹലോ 2016-17 തോന്നുന്നു. ഹല്ലേലൂയ. സ്റ്റീവ് ഹിൽ. 16-17 में ഒത്തിരി स्टीव हिल. പേരുകളാ കേട്ടോ. ഹല്ലേലൂയ. ഒത്തിരി പേരുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ലോക ചരിത്രത്തെ വളരെ സ്വാധീനിച്ച ഒത്തിരി ദൈവത്തിന്റെ വലിയ അഭിഷക്തന്മാർ മാറ്റപ്പെട്ടു. 2-4 साल में बोलते हैं कि बहुत सारे परमेश्वर के सामर्थ्यशाली परमेश्वर के दास लोग गुजर गए. റോജർ ഹോസ്മ, रोजर होस्मा, ഹല്ലേലൂയ, വലിയ വലിയ ദേവദാസന്മാർ. बड़े बड़े परमेश्वर के दास लोग. ഇയാൾ എന്നോട് പറഞ്ഞു, परमेश्वर की आत्मा ने मुझसे कहा ഒരു വലിയ മേജർ ഷിഫ്റ്റ് ആണ്. एक बहुत बड़ा मेजर शिफ्ट है, അവിടെ ഗ്യാപ്പ് കിടക്കത്തില്ല. वहाँ गैप नहीं रहेगा. हमें പുതിയ ജനറൽസ് എഴുന്നേൽക്കാൻ പോവുക. बहुत सारे जनरल्स उठने वाले हैं, അവരെ മാറ്റിയിട്ടാണ് പുതിയവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. उनको हटा के नए लोगों को उठा रहे हैं. ദൈവരാജ്യത്തിൽ റാങ്ക്സ് ഉണ്ട് കേട്ടോ. परमेश्वर राज में അതാ ഞാൻ ranks പറഞ്ഞു है. വരുന്നത്, നമ്മളൊക്കെ വെറും ശിപ്പായിയാ. हम सब एक सिपाही है केवल. ശിപ്പായിന്ന് മേളോട്ട് കയറി വരണമെങ്കിൽ, सिपाही से अगर आगे आगे उठ के आना है, तो ഹല്ലേലൂയ, ഒരു റാങ്കിങ്ങിൽ ഹയർ ഓഫീസറായി മാറണമെങ്കിൽ, एक बड़ा पद का एक ऑफिसर बनना है, तो ഞാൻ എന്റെ ചെറുപ്പത്തിൽ ആസാമിലുള്ള സമയത്ത് जब बचपन में आसाम അവിടെ में ഒരു जब थे, മിലിറ്ററി പ്രസൻസ് ഉള്ള സ്ഥലമാണ്. वहाँ मिलिट्री के साथ लोग रहते അപ്പൊ हैं. ഞാനിങ്ങനെ അഭിനയിക്കുമായിരുന്നു, ഞാൻ ഹയർ ഓഫീസർ ആണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. पास्टर ऐसे एक्टिंग करते हो, बड़ा सिपाही है. ഹല്ലേലൂയ, ഹയർ ഓഫീസർ. ഞാൻ പപ്പയുടെ മമ്മിയോടൊക്കെ പറഞ്ഞു ഞാൻ ഹയർ ഓഫീസർ ആണെന്ന് പറയും. ഹല്ലേലൂയ. पास्टर पापा मम्मी को बोलते हैं मैं बड़ा ऑफिसर നമുക്ക് हूँ. ഹയർ ഓഫീസറായി മാറണമെങ്കിൽ अगर हमें बड़ा ऑफिसर बनना है, तो പടചേർത്തവനെ പ്രസാദിപ്പിക്കണം. जिसने तुम्हें बुलाया है उसके साथ എത്ര പേർ होना എന്നെ है. കേൾക്കുന്നുണ്ട് ഈ പകൽക്കാലം? कितने लोग मुझे सुन रहे हैं आज के എങ്ങനെയാണ് दिन? പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത്? कैसे हम प्रसन्न करेंगे जिसने हमें चुना है? പൗലോസ് പറയാ, തിമോത്തിയോസേ മോനെ, पौलुस कहते हैं तिमुथियुस ക്രിസ്തുവേശുവിലുള്ള बेटा, കൃപയിൽ ഒന്ന് ശക്തിപ്പെട്. कि मसीह का जो अनुग्रह में शक्ति 2021 നാളുകളിൽ ദൈവ പൈതലേ, നീ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെട്. 2021 में कहते हैं अब मसीह के अनुग्रह में ശക്തി शामिल हो. വരുന്നത് രഥങ്ങളിൽ നിന്നും കുതിരയിൽ നിന്നുമല്ല. हमें शक्ति जो है रथ और घोड़ों से नहीं आता ശക്തി है. വരുന്നത് ഈ നാമത്തിൽ നിന്നാണ്. शक्ति जो आते है इस नाम से ഈ आता എല്ലാ है. നാമത്തിലും മേലായ നാമത്തിൽ നിന്നാണ്. हर एक नाम से ऊंचा नाम से है. നീ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ഒന്ന് ശക്തിപ്പെട്. यीशु मसीह का कृपा में जैसा നീ ഒരു सामर्थ पा. പട്ടാളക്കാരനാണ്. तू एक सिपाही है. നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ, अगर तुझे युद्ध करना है, तो ഹല്ലേലൂയ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. तुझे समर्पण ആ നാമത്തെ करके ഒന്ന് മുറുകെ പിടിക്ക്. दे. नाम को जरा कस ആ के കൃപ पकड़. നിന്റെ മേൽ ഇന്ന് പകൽക്കാലം, ആ ശക്തി നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒന്ന് പകരപ്പെടട്ടെ. वो सामर्थ आज तेरे ऊपर उंडलाने दे यस मास्टर. രാജാവിനെ നിനക്ക് പ്രസാദിപ്പിക്കണം. राजा को तुझे प्रसन्न करना है. പട്ടാളക്കാരൻ എന്ന പദം നമ്മളെ കുറിച്ച് വിളിക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? हम परमेश्वर में जब सिपाही बुलाते परमेश्वर क्या सोचते हैं हमारे बारे ദിവസത്തിൽ में? ഒത്തിരി പ്രാവശ്യം പദം എന്നാ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. बहुत बार वचन में उस प्रकार लिखा है. എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതലിനെ, ഒരു ശുശ്രൂഷകനെ പട്ടാളക്കാരനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? क्यों एक परमेश्वर के बच्चे को, परमेश्वर के दास को सिपाही के साथ तुलना किया है? പൗലോസ് ആ തിമത്തിയോസിന്റെ ലേഖനം 2 തിമത്തിയോസ് 2 अध्याय 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, दूसरा तिमोथियुस 2 अध्याय का 1 से लेकर 6 तक जो आयतों में प्रेरित पौलुस ने हल्लेलुया
तीन अलग उपमा का द्वारा इस बातों को बता के देते हैं. മൂന്ന് ഉദാഹരണത്തോടെ ഇത് പറഞ്ഞു തന്നത്. ഒരു ദൈവ പൈതലിനെ एक परमेश्वर का ദൈവദാസനെ परमेश्वर का दास പട്ടാളക്കാരനോട് ഉപമിച്ചിരിക്കുക. एक तो है एक सिपाही के साथ तुलना രണ്ട് किया. ഒരു കർഷകനോട് ഉപമിച്ചിരിക്കുക. दूसरा एक किसान के साथ മൂന്ന് तुलना किया ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനോട് ഉപമിച്ചിരിക്കുക. और तीसरा एक रेस में दौड़ने वाले के साथ. हले एक खिलाड़ी बोलो ना तो एक ना रनर हालेलुया एन एथलीट हालेलुया. അത്ലറ്റിനെ വിൻ ചെയ്യണമെങ്കിൽ, अगर एक खिलाड़ी को जीतना है तो, ഓട്ടക്കാരനെ വിൻ ചെയ്യണമെങ്കിൽ अगर रेस में दौड़ने वाले को जीतना है तो ഡിസിപ്ലിൻഡ് ആയിരിക്കണം. बहुत ही अनुशासन में होना चाहिए. ഹല്ലേലൂയ. ഡിസിപ്ലിൻ ഇല്ലാതെ ജയിക്കാൻ പറ്റത്തില്ല അവന്. बिना अनुशासन का हम जीत नहीं सकते. ഒരു കർഷകൻ एक किसान അവന് ഡിസിപ്ലിൻഡ് മാത്രമല്ല, वो केवल अनुशासन ही नहीं, കർഷകന്റെ പ്രത്യേകത कर्षण जो एक किसान का खासियत അവൻ അസാധാരണ ക്ഷമയാ. उसको बहुत धीरज है. ഹല്ലേലൂയ. കർഷകൻ വിത്ത് വിത്താൽ അന്ന് തന്നെ റിസൾട്ട് കിട്ടത്തില്ല. आज बीज डालो आज फल नहीं आएगा. ടേക്ക് ടൈം. ഹല്ലേലൂയ. उसके लिए आपको समय देना है. റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന് ചെടി വെട്ടിക്കളയത്തില്ല. बोलते रिजल्ट नहीं मिला बोल के वो बोलते ना कि झाड़ को काट नहीं डालते. അവൻ വെയിറ്റ് ചെയ്യും. वो वेट करता है. he invested something in that plant. hallelujah. उसने उस पे कुछ डाला है. അതുകൊണ്ട് ഈ മരത്തിന്റെ ഉപമ, ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തിന്റെ ഉപമയൊക്കെ യേശു പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ. इसके लिए जब बोलते हैं झाड़ काटने के लिए जब आया तो वो यीशु ने बोला नहीं और एक साल का समय दूं. കാരണം കർഷകൻ അറിയാം സമയമെടുക്കും. क्योंकि किसान जानता है ഈ समय വർഷം ഫലം लगेगा. പുറപ്പെടുവിച്ചില്ല. आमीन. यस लॉर्ड. ये साल नहीं आया, അടുത്ത വർഷം ഫലം പുറപ്പെടുവിക്കും. अगले साल आएगा. यस लॉर्ड. കർഷകനൊരു ക്ഷമയുണ്ട് കേട്ടോ. एक किसान को बहुत धीरज है. ദൈവവേദനയിലെ വലിയ ക്ഷമ വേണം എനിക്കും നിങ്ങൾക്കും. बहुत धीरज होना चाहिए मुझे और आपको. പട്ടാളക്കാരൻ, सिपाही, പട്ടാളക്കാരന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? सिपाही का खासियत क्या है? എന്തുകൊണ്ടാണ് പട്ടാളക്കാരനോട് നമ്മെ ഉപമിച്ചിരിക്കുന്നത്? क्यों सिपाही के साथ हमें तुलना किया है? പട്ടാളക്കാരൻ ഒന്ന് ഭയങ്കര ഡിസിപ്ലിൻഡാ. वो सिपाही बहुत बोलते हैं डिसिप्लिन. റോമൻ പട്ടാളമൊക്കെ മൂവ് ചെയ്യുന്നത് വളരെ എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. जो रोमियो का जो सिपाही सब बोलते बहुत ही अनुशासन के साथ चलते അവര് हैं. മാർച്ച് പാസ്റ്റ് നടത്തുന്നത് അവരുടെ മിലിറ്ററി ഓർഡർ, അവരുടെ മിലിറ്ററി അല്ലേ ഹല്ലേലൂയ എന്താ പറയുന്ന രീതികളൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആണ്. एक सिपाही का जो जीवन बहुत ही अनुशासन में रहता है. അവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പൗലോസ് പറയുന്നത് നീ ഒരു പട്ടാളക്കാരനാണ്. उनको दिखा के बोलते तू एक सिपाही है, നീ അങ്ങനെ ഡിസിപ്ലിൻഡ് ആകണം. तुझे ऐसा अनुशासन में രണ്ടാമത് रहना है. അവരുടെ ധൈര്യം, दूसरा उनको जो धैर्य है, കറേജ് എന്ന് വിളിക്കുക, അവരുടെ ധൈര്യം ഹല്ലേലൂയ. उसको तो धैर्य जो ഒരു है. പട്ടാളക്കാരന്റെ ധൈര്യം സിംഹ ഹൃദയമുള്ളവനാ. Amen, Lion's amen, heart, a person hallelujah. with lion's heart. वो एक सिपाही का जो दिल जो रहता है वो शेर का दिल का जैसा रहता है. ദാവീദിനെ അങ്ങനെ വിളിച്ചിരുന്നത്. दावीद को इस प्रकार बुलाया. അരിയേൽ അല്ലേ, ഞാൻ ഒരിക്കൽ വചനം പറഞ്ഞിട്ടുണ്ട്. അരിയേൽ the one with the lion's heart. जो बोलते हैं एक जो शेर का दिल के समान. ഹല്ലേലൂയ. പേടിയൊന്നുമില്ല, उसमें डर नहीं है. പേടിച്ചാലും കുലുങ്ങത്തില്ല. वो अगर डरेगा तो भी कांपेगा नहीं. ഹല്ലേലൂയ. ഒരു സിംഹ ഹൃദയമുള്ളവനാ റോമൻ പട്ടാളക്കാരൻ. एक शेर का हृदय रखता है. ഒത്തിരി ഗുണങ്ങൾ ഇവനുണ്ട് കേട്ടോ. बहुत गुण है इसमें. അവൻ ലോയലാണ്, അവൻ കറേജിയസ് ആണ്, അവൻ ഡിസിപ്ലിൻഡ് ആണ്. ഹല്ലേലൂയ. ഒത്തിരി ഗുണങ്ങൾ ഒരു वो പട്ടാളക്കാരനുണ്ട്. बहुत ही वफादार रहते और बहुत ही अनुशासन में रहता है. അവൻ ജയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. वो जीतने के लिए അവൻ बुलाया है. ട്രെയിൻഡാ, അവൻ ട്രെയിൻഡാ. वो एकदम ट्रेंड है. റോമൻ പട്ടാളക്കാരനെ അടയാളപ്പെടുത്തി വേർതിരിച്ചവനാ. कि रोम का जो सेना है उसको चुन के निकाला हुआ है. ഗലാത്യൻ ചാപ്റ്റർ 6 വേഴ്സ് 17 ഒരു വചനമുണ്ട്. गलातियर 6 का 17 में ഗലാത്യർ 6:17. गलातियर 6 का 17. ഗലാത്യർ 6:17. गलातियर 6 का 17. പൗലോസ് പറയുകയാണ്, पौलुस कहता है I bear the mark of Christ on my body. कि मैं मसीह का जो चिन्ह है मेरे शरीर में लिया हुआ ഞാൻ है. ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. कि मैं मेरे शरीर में यीशु का चिन्ह को लिया है. ചൂടടയാളം. बोलते നല്ല ചൂടുള്ള അടയാളമാ. ഹല്ലേലൂയ. एकदम गरम है. ചൂടുള്ള എന്തെങ്കിലും എവിടെങ്കിലും ടച്ച് ചെയ്ത് അവിടെ നിന്ന് പുക വങ്ങത്തില്ലേ? अगर कोई गरम चीज की तरफ ഇപ്പോഴും पकड़ेगा तो പുക वहां से क्या होगा? പൊങ്ങിക്കൊണ്ടിരിക്കുക. वहां से धुआं निकलेगा. अभी भी धुआं ക്രിസ്തുവിന്റെ निकलते हैं. ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുക. ഓ, मैं मसीह का बोलते ना गरम चिन्ह मेरे शरीर में ഇതിന്റെ उठाया है. മീനിങ് എന്താണെന്നറിയാമോ? इसका अर्थ मालूम है? ഹല്ലേലൂയ. പണ്ട് റോമിലെ പട്ടാളക്കാരെ पहले जो रूस ഒരുത്തനെ का जो പട്ടാളക്കാരനായി റിക്രൂട്ട് ചെയ്താൽ एक को जब बोलते ना कि सिपाही बन के जब അടുത്ത लेता है, ദിവസം അവന് മിലിറ്ററി റാങ്ക് ഒന്നും കൊടുക്കത്തില്ല. दूसरा दिन उसको मिलिट्री में रैंक नहीं देता है. അവൻ തെളിയിക്കണം അവന്റെ ലോയൽറ്റി. उसको अपना वफादारी को അവൻ साबित करना തെളിയിക്കണം रहता അവൻ है. യുദ്ധം ചെയ്യാൻ ക്ഷമതയുള്ളവനാണെന്ന്. उसको साबित करना वो युद्ध करने के लिए योग्य है. ലുക്കിലൊന്നുമല്ല കാര്യം. ये लुक में नहीं. വലിയ മസിലുള്ളവനായിരിക്കാം, പക്ഷേ പേടിത്തൊണ്ടനായിരിക്കാം. बहुत मसल रहेगा लेकिन वो डरपोक വലിയ रहेगा. മസിൽ കണ്ടോണ്ടായിരിക്കാം ഇവനെ സെലക്ട് ചെയ്തത്. बहुत मसल देख के उसको उठाया होगा. ലേക്കിൻ അവന്റെ പേടി കണ്ടോണ്ട് അവനെ റിജക്ട് ചെയ്യാനും लेकिन उसका സാധ്യതയുണ്ട്. भाई को देख के उसको ലുക്ക് टुकड़ा देते ഒന്നുമല്ല हैं. കാര്യം. तो लुक नहीं. ഇവൻ ലോയൽ ആണെന്ന്, ഇവൻ കറേജിയസ് ആണെന്ന്, ഇവൻ
കോമ്പറ്റന്റ് ആണെന്ന് ഇവൻ തെളിയിക്കണം. ये ഹല്ലേലൂയ. वफादार है, ये सामर्थ्यशाली है और ये धैर्यशाली है, उसको साबित करना है. അങ്ങനെ തെളിയിച്ചു കഴിയുമ്പോൾ जब ऐसे साबित करता അവനെ है പട്ടാളത്തിൽ ചേർക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. उसको सेना में भर्ती करने का एक तरीका റോമിലെ है സർക്കാരിന്റെ ഹല്ലേലൂയ ഒരു അടയാളം, कि ഹല്ലേലൂയ. रोम का सरकार का एक चिन्ह, സീസറിന്റെ ഒരു എംബളം, जो सीसर का एक चिन्ह, ഒരു ഇരുമ്പ് റോഡ് വെച്ച് അവന്റെ മേൽ മാർക്ക് ചെയ്യുന്നത്. एक ഹല്ലേലൂയ. लोहे का लोहा से उसके शरीर में वो चिन्ह डालता है. അതിന് പറയുന്നത് ബ്രാൻഡിംഗ് എന്നാ പറയുന്നത്. ബ്രാൻഡിംഗ്, ഹ്യൂമൻ ബ്രാൻഡിംഗ് എന്നാണ് പറയുന്നത്. उसको बोलते ना ब्रांडिंग. That's an amazing hallelujah thing, my dear church. एक So a खास है. soldier, he's branded, एक hallelujah. सिपाही He's ब्रांडेड रहता है, branded for the king. वो राजा के लिए ब्रांडेड ഒരു है. ഇരുമ്പ് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പെടുത്തിട്ട് ആ എംബളം അവന്റെ മേൽ അടിച്ചു കഴിയുമ്പോൾ അവൻ ബ്രാൻഡഡ് ആണ്. एक Hallelujah. लोहा को पूरा गरम करके बोलते ना उसके ऊपर एक चिन्ह मारता है तो ब्रांडेड हो गया. ഈ എംബളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. और इस चिन्ह का एक खासियत है, പെർമനന്റ് മാർക്കർ വെച്ച് അടയാളപ്പെടുത്തിയതല്ല. ये परमानेंट मार्कर से नहीं किया ഇത് हुआ है. വോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇങ്ക് വെച്ച് അടയാളപ്പെടുത്തിയതല്ല. वोट डाल देने पर डालने वाला इंक नहीं है, അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോവും. वो कुछ समय के बाद निकल जाएगा. Hallelujah. ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ये जो चिन्ह मारा है അയണ് പഠിപ്പിച്ചങ്ങോട്ട് വെച്ചിട്ടാ. कि लोहा को पूरा गर्म करके, ഇതുപോലെ തന്നെ इसी प्रकार പൗലോസ് പറയാ ചൂടുള്ള ഒരു അടയാളം എന്റെ മേൽ കിടക്കുകയാ. पौलुस बोलते हैं, गर्म चिन्ह मेरे में भी है. അല്ല, റോമ സർക്കാർ ഒരു പട്ടാളക്കാരനെ തെരഞ്ഞെടുത്തവൻ Yes, yes, yes. കൊള്ളാവുന്നവനായി തെളിയിക്കുമ്പോൾ സർക്കാർ ഒരു അടയാളം ഇട്ട് കഴിയുന്നത് പോലെ എന്റെ മേൽ സ്വർഗം ഒരു അടയാളം ഇട്ടിരിക്കുകയാ. उधर जब Oh! जब रोम का जो राजा है, जब वो सिपाही साबित करते हो गुणगार है, योगदान है, तो जैसा चिन्ह मारते हो वैसे स्वर्ग का परमेश्वर ने मेरे में एक चिन्ह मारा है. I'm bearing the mark of Jesus Christ in my body. मैं यीशु मसीह का चिन्ह मेरे शरीर में उठा के चलता हूँ. ചൂടുള്ള അടയാളം എന്റെ ശരീരത്തിൽ കിടക്കുകയാ. गरम चिन्ह है. ഹല്ലേലൂയ. हालेलुया. ഇത് അവൻ എങ്ങനെ നോക്കിയാലും മാറ്റാൻ പറ്റത്തില്ല. ये कैसे भी देखो तो इसको बुझा नहीं सकता. അതങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാ. वो मार्क किया हुआ അവൻ है. എവിടെ പോയാലും ആളുകൾ പറയും ഇവനൊരു റോമൻ സോൾജിയർ ആണ്. वो कहाँ भी जाएगा तो लोग बोलेंगे रोमन सिपाही है. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അതോടെ കിടക്കുമെന്ന്. रिटायरमेंट के बाद भी तेरे शरीर में रैंक वहां रहता है. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നമ്മളോട് പറയുകയാ, आज के दिन पवित्र आत्मा हमसे कहता നീ है, നല്ല പട്ടാളക്കാരനാക്. तू एक अच्छा सिपाही बन. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചൊന്ന് ആരാധിക്കാം. हम एक साथ आराधना എന്റെ करेंगे. ബലം എന്റെ കർത്താവാണ്. मेरा बल मेरा ഞാൻ परमेश्वर വരുന്നത് है. യേശുവിന്റെ നാമത്തിലാണ്. मैं आ रहा यीशु के नाम എത്ര പേർ से. യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം മുറുകെ പിടിക്കും? आज मैं यीशु के नाम को कस के ഓ, എല്ലാ पकड़ेगा. നാമത്തിലും മേലായ നാമം. हर एक नाम से Oh, ऊंचा the नाम. name above all names. हर एक नाम से ऊंचा എല്ലാ नाम. നാമത്തിലും മേലായ നാമം. हर एक नाम से ऊंचा. എത്ര പേർ ആവർത്തിച്ച് പറയും? कितने लोग दोहरा के कहेंगे? എത്ര പേർ യേശുവിന്റെ നാമത്തെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയും? कितने लोग यीशु के नाम को पुकार के യേശുവിന്റെ कहेंगे? നാമത്തെ വിളിച്ചു പറഞ്ഞാട്ട് यीशु के नाम को पुकार के യേശുവിന്റെ कहेंगे. നാമത്തെ വിളിച്ചു പറയുമ്പോൾ തന്നെ यीशु के नाम को जब तू पुकार के ആ कहेगा, ജയം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. आमीन आमीन, वो जय तुम पाओगे. Victory is yours. Hallelujah. जय आपका है. जय आमीन. നിങ്ങളുടേതാണ്. कुछ लोग कहा ना, जय आज मेरा है. चलो परा जय जय आज मेरा है. जय मिनेंदेदा. जय आज हमारा है. जय നമ്മുടെ ഹാ. Why we have that victory? हमें कैसे वो जय मिला है? എങ്ങനെയാ ജയം നമുക്ക് കിട്ടി? कैसे हमें वो जय मिला? നമ്മുടെ രഥങ്ങളുടെ ബലമല്ല, हमारा रथ का बल नहीं നമ്മുടെ है, കുതിരയുടെ ബലമല്ല, हमारा घोड़े का बल नहीं है. ക്രിസ്തുയേശുവിലുള്ള കൃപ, यीशु मसीह में जो अनुग्रह मसीह है, यीशु का अनुग्रह का द्वारा, यीशु ने अनुग्रह था, यीशु का नाम का द्वारा यीशु ने नाम. എന്നും പരാജയപ്പെടത്തില്ലെന്ന്. तू हर दिन पराजित नहीं रहेगा. जीवन का काफी मंडली में काफी बार तूने हार गया होगा, ജീവന്റെ പല പല മണ്ഡലത്തിൽ നീ പലവട്ടം തോറ്റുപോയി കാണും. लेकिन आज सुबह पवित्र आत्मा कह रहे, പക്ഷേ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് आपका പറയുന്നു, मेरा हार हमेशा के लिए नहीं है. എന്റെ നിന്റെ തോൽവി എപ്പോഴത്തേക്കും അല്ല. Keep holding on the name of Jesus. യേശു का नाम को कस के पकड़ो. യേശുവിന്റെ നാമം മുറുകെ പിടിച്ചോ. യേശു के नाम को कस के पकड़ो. ജയ आज हालेलुया मेरा है. ജയം ഇന്ന് എന്റെ. ജയം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് ജയം ജയം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. जय आज तुम्हें प्रकट होगा. സാത്താന്യ മണ്ഡലങ്ങൾ പരാജയപ്പെടാൻ പോകുകയാ. शैतानी मंडल आज पराजित होगा. ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ അതിര് വിട്ട് ഓടി മാറാൻ പോകുകയാ. वो हर एक शैतानी शक्ति तेरा मंडल छोड़ के दूर होगा. ഹല്ലേലൂയ. കരങ്ങളെ ശക്തമായി അടിച്ച് പാടി ആരാധിക്കാൻ പോകുകയാ. हम हाथ ताली बजा के आराधना करेंगे. जय आज मेरा है, जय आज मेरा है, जय आज मेरा है. सारे शैतान पीछे हो, जय आज मेरा है, जय आज मेरा है, जय आज मेरा है, जय आज मेरा
यीशु मेरे साथ है। शैतान गिरेगा वो ना टिकेगा, यीशु मेरे साथ है। आगे बढ़ेंगे भयभीत न होंगे, यीशु मेरे साथ है। शैतान गिरेगा वो ना टिकेगा, ओ यीशु मेरे साथ है। आगे बढ़ेंगे भयभीत न होंगे, यीशु मेरे साथ है। शैतान गिरेगा वो ना टिकेगा, यीशु मेरे साथ है। जया जो मेरा है, जया जो मेरा है, जया जो मेरा है। सारे शैतान पीछे हो, जया जो मेरा हो। जया जो मेरा है, जया जो मेरा है, जया जो मेरा है। सारे शैतान पीछे हो, जया जो मेरा है। जया जो मेरा, जया जो मेरा है, जया जो मेरा है। सारे शैतान पीछे हो, जया जो मेरा है। आगे बढ़ेंगे भयभीत न होंगे, यीशु मेरे साथ है। शैतान गिरेगा वो ना टिकेगा, यीशु मेरे साथ है। आगे बढ़ेंगे भयभीत न होंगे, यीशु मेरे साथ है। शैतान गिरेगा वो ना टिकेगा, यीशु मेरे साथ है। जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, कहता वो नाम चंगा है। वो जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, कहता वो नाम चंगा है। वो जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। 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 यारी से गरीबी से शाम से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। बीमारी से गरीबी से शाम से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु
जय आज मेरा है ओ जय आज मेरा है जय आज मेरा है जय आज मेरा पीछे हो जय आज मेरा है शेलेरम धनारगदल खडगर शब्दने जुबल पाम धनारगदल खडगर शतुला हर्धमानरगजगर शंतने रगजगशरे തേലമന്താനകതൽ ഘടകശ്വരെ आराधना നടക്കുമ്പോൾ തന്നെ जैसे इस आराधना हो रही इसी समय शरीर में छुटकारा चंगाई प्राप्त कर दीजिए ഈ ആരാധന നടക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ആ വിടുതൽ നിങ്ങൾ പ്രാപിക്കുക. If anybody is sick today morning, ഇന്ന് ആരെങ്കിലും രോഗത്തിലുണ്ടെങ്കിൽ hold on to the name of Jesus. यदि आज कोई भी बीमार है तो यीशु के नाम को It's पकड़ो. not the pastor's anointing. वो पासवान का अभिषेक से नहीं, It's not the pastor's gifts are going to get operated today morning. आज पासवान का वरदान नहीं इस्तेमाल होने वाला है. It's the name of Jesus. वो यीशु के नाम है. It's the आमीन. name of Jesus. यीशु के नाम है. When you call out the name of Jesus, जब आप यीशु के नाम को when पुकारोगे, you pronounce the name of जब Jesus, आप उसका नाम को लोगे, that wonderful name, वो एक अच्छा नाम, that miraculous वो name, चमत्कारी नाम, oh hallelujah, that name is going to act on your body. वो नाम आपके शरीर में काम करेगा. Receive your healing. अभी आपकी चंगाई को प्राप्त करो यीशु के नाम से. Every pain, हर एक दर्द, every issues, हर एक समस्या, ഹൽക്ക ശബ്ദന എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. हर एक दर्द दूर हो. ശരീരത്തിലുള്ള എല്ലാ രോഗാണുക്കളും മാറിപ്പോകട്ടെ. शरीर के अंदर का हर एक बीमारी दूर हो. ഹൽക്കന്ദനരകദൽ കടകഷ് ഡോക്ടേഴ്സ് അല്ല, डॉक्टर नहीं, രഥങ്ങളല്ല, കുതിരകളല്ല, रथ नहीं, घोड़ा नहीं, യേശുവിന്റെ നാമം, यीशु का नाम. यस 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 आमीन. നീ നിന്ദിക്കുന്ന യേശുവിന്റെ നാമം, जो तूने पकड़ा हुआ यीशु का नाम, ഹല്ലേലൂയ. പിശാച നീ നിന്ദിക്കുന്ന യേശുവിന്റെ നാമം, शैतान तू जो निंदा करने वाला ആ यीशु का നാമം नाम, ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കാൻ പോകുകയാണ്. नाम आज कार्य करेगा. यस आई बिलीव. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. वैसे हो गया. इसके धन्यवाद प्रभु. എല്ലാ മഹത്വം നിനക്ക് തരുന്ന കർത്താവ്. सारा महिमा तुझे प्रभु. ആരാധന വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. आराधना प्रकट हुआ यीशु तेरे सामर्थ के धन्यवाद. വചനത്തിനായി സ്തോത്രം. वचन के धन्यवाद. ഈ ലൈവ് കണ്ട നിന്റെ മക്കൾ നീ തൊട്ടിരിക്കൽ സ്തോത്രം. ये जो लाइव देखा तेरे बच्चों को तूने छुआ, इसके धन्यवाद. ലോകത്തിന്റെ പല ഭാഗത്ത് ദൂരെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. जो दुनिया के विभिन्न देशों में जहाँ पे बैठ के लाइव जो देख रहे हैं उनके लिए हम प्रार्थना ഇപ്പോൾ करते തന്നെ हैं. ദൈവ ശക്തി അവരുടെ മേൽ ഇറങ്ങി വരട്ടെ. अभी परमेश्वर सामर्थ्य യേശുവിന്റെ നാമത്തിന്റെ ശക്തി यीशु का नाम का ഓരോ शक्ति മുറിക്കുള്ളിലും ഇറങ്ങി വരട്ടെ. हर एक कमरे में उतर आए. यस അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. वैसा हुआ. इसके धन्यवाद देते हैं. സംഭവിച്ചിരിക്കൽ സ്തോത്രം. वैसा हुआ. इसके धन्यवाद യേശു देते हैं. ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ यीशु मसीह के नाम से കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजा के परमेश्वर का धन्यवाद दें. ഹല്ലേലൂയ.